മായ രീതിയിൽ ഇടപെടുക, നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ള ആക്റ്റീവായ വെബിനാറുകളൊക്കെ സംഘടിപ്പിക്കുക, ക്യൂറേറ്റഡ് കണ്ടന്റ് ലേണിങ്ങിന് വേണ്ടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളോടെ രൂപീകരിച്ച ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽ ആൻഡ് അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലുള്ള 10 പേർ ചേർന്നതാണ് ഈ കൂട്ടായ്മ. അപ്പോൾ ഇന്നത്തെ ഈ വെബിനാറിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, UGC ഒരു കൺസെപ്റ്റ് നോട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ലേണിംഗ് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങാതെ ഒരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ മോഡിലേക്ക് ലേണിംഗ് മാറുന്നു. ഒരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ലേണിംഗ് ബ്ലെൻഡഡ് ലേണിംഗ് രീതിയിലേക്ക് മാറുന്നു. അതായത് ഓൺലൈൻ ടൂൾസ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിൽ കൂടുതൽ എഡ്യൂക്കേഷനെ മാറ്റുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിതമായൊരു ലേണിംഗ് പദ്ധതിയാണ് UGC മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നടപ്പിൽ വരുത്തുമ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് എത്രമാത്രം പ്രായോഗികമാണ്, ഇത് നമുക്ക് നേട്ടമാണോ അതോ കോട്ടമാണോ ഉണ്ടാക്കുക, ദൂരവ്യാപകമായി ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കാം, നമ്മുടെ നാട്ടിലെ പല കോളേജുകളിലായി ചിതറിക്കിടക്കുന്ന ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ ജോഗ്രഫിക്കലി തന്നെയുള്ള വ്യത്യാസങ്ങൾ ഇതിനെ എങ്ങനെ ബാധിക്കും, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, വളരെ എമിനന്റ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി ചെയ്യുന്ന ഈ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും റിസർച്ചിലും അധ്യാപനത്തിലും വളരെ ആക്റ്റീവായ ഒരു പാനലിനെ ഇന്ന് ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വെബിനാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്ന ആൾക്കാർക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലഭിച്ച ചോദ്യങ്ങളിൽ നിന്ന് വളരെ റെലവൻ്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ പാനലിസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാറ്റ് ഓപ്ഷനിൽ കൂടെ പുതിയ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അതും കഴിയുന്ന രീതിയിൽ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പാനലിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. നമ്മുടെ ആദ്യത്തെ പാനലിസ്റ്റ് പ്രൊഫസർ ശ്രുതി സാമുവൽ. Shruti is Assistant Professor in Design, Architecture and Planning in IGNOU, New Delhi. And she is also involved in open distance learning programs and also online courses through the SWAYAM. So Shruti, ഈ ഓൺലൈൻ ടീച്ചിങ്ങിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആ രംഗത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇതിനെക്കുറിച്ച്, ഈ ബ്ലെൻഡഡ് ലേണിംഗ് എന്നാൽ ഒരു ഓൺലൈൻ ലേണിംഗ് മാത്രമാണോ അതോ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് എഫക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റും, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും ശ്രുതി. സോ ദ സ്റ്റേജ് ഈസ് ഫോർ യു ശ്രുതി നൗ. താങ്ക് യു ആശ. നമസ്കാരം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്ലെൻഡഡ് ലേണിംഗിനെ കുറിച്ചാണ്. ബ്ലെൻഡഡ് ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ്, അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബ്ലെൻഡഡ് ലേണിംഗ് സാധ്യമാക്കുക, പിന്നെ ഏതൊക്കെയാണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും മറ്റും നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഠന രീതി നമ്മളുടെ പരമ്പരാഗതമായ ഫേസ് ടു ഫേസ് മുഖാമുഖമുള്ള പഠന രീതിയെ പിന്തുണയ്ക്കുന്ന ഒരു രീതിയാണ്. അതായത് ഈ ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സപ്ലിമെന്ററി സ്റ്റഡി മെറ്റീരിയൽ, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ ഉണ്ടായ ഒരു കൺസെപ്റ്റാണ് ബ്ലെൻഡഡ് ലേണിംഗ്. ബ്ലെൻഡഡ് ലേണിംഗിന് ഓഫ്ലൈനും ഓൺലൈൻ മോഡ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഉണ്ട്. ബ്ലെൻഡഡ് ലേണിംഗിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റീവ് ലേണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗിനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ബ്ലെൻഡിങ് സാധ്യമാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മളുടെ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് റൂമിൽ പോകുന്നു, ഒരു ടീച്ചറുണ്ട്, ക്ലാസ് എടുക്കുന്നു, നമ്മൾ ആ നോട്ട്സ് എഴുതിയെടുക്കുന്നു, വീട്ടിൽ പോയി പഠിക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, തിരിച്ചു വന്ന് പരീക്ഷകൾ എഴുതുന്നു. അങ്ങനത്തെയാണ് നമ്മുടെ പരമ്പരാഗതമായ രീതി. ബ്ലെൻഡഡ് ലേണിംഗിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ ക്ലാസ് റൂമിലായിരിക്കാം. പിന്നെ ഈ സപ്ലിമെന്ററി ലേണിംഗ് മെറ്റീരിയലും മറ്റും ഓൺലൈനായിട്ടോ മറ്റോ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു.
പിന്നീട് ഈ ക്വിസും റീഡിംഗ് മെറ്റീരിയലും അങ്ങനത്തെ അസസ്മെന്റ് ഒക്കെ ഓൺലൈൻ രീതിയിൽ നടത്തുന്നു. വേറൊരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് ആക്ടിവിറ്റീസ് മൊത്തം ഓൺലൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ലെക്ചേഴ്സും മറ്റും ഓൺലൈൻ കൊടുക്കുകയും, അതായത് ക്ലാസ് റൂമിൽ ചെലവഴിക്കുന്ന സമയം കൂടുതലും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഫീൽഡ് എക്സ്പീരിയൻസ് നടത്താനും വേണ്ടിയും ഇവൻ ലാബ് അനുബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയും ഉപയോഗപ്പെടുത്തും. ഇനി വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ക്ലാസ് റൂം ആണ്. അതായത് നമ്മുടെ പരമ്പരാഗതമായ ഫേസ് ടു ഫേസ് രീതിയുടെ നേരെ തിരിച്ചുള്ള ഒരു രീതിയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം. ഇതിൽ ഓൺലൈനായിട്ട് ഈ ലെക്ചേഴ്സും മറ്റും വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് കാണുകയും ക്ലാസ് റൂമിൽ വന്ന് ആ ലെക്ചറിനെ ആസ്പദമായിട്ടുള്ള കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുകയും സംശയ നിവാരണം അല്ലെങ്കിൽ പിയർ ലേണിംഗിനും മറ്റുമുള്ള ഒരു അവസരമാണ് ഫ്ലിപ്പ് ക്ലാസ് റൂമിലുള്ളത്. ഇനി ബ്ലെൻഡഡ് ലേണിംഗിലുള്ള ചില അപ്രോച്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് ആണ്. അത് ഈ വീഡിയോ ലെക്ചേഴ്സ് ഒരുപക്ഷെ റെക്കോർഡ് ചെയ്ത് പെൻഡ്രൈവിൽ കൊടുക്കുകയോ, നോട്ട് നെസസറിലി ബ്രോഡ്ബാൻഡിൽ കൂടി അല്ലാതെ വിദ്യാർത്ഥികൾക്ക് ആദ്യമേ തന്നെ പ്രൊവൈഡ് ചെയ്യുകയും സീക്വൻഷ്യൽ ആയിട്ട് അവർക്ക് അതിനെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ബ്ലെൻഡഡ് ലേണിംഗ് ഉള്ളത്. വേറൊന്ന് ഇന്റർനെറ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് ഒരുപക്ഷെ ഒരു കൺസെപ്റ്റ് ക്ലാസ്സിൽ വെച്ച് ടീച്ചർ നൽകുകയും വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ഇന്റർനെറ്റിലൂടെ, എന്നിട്ട് അവർക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലാസ്സിൽ ബാക്കി അവരുടെ മറ്റു വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്ത് പഠിക്കുന്ന ഒരു രീതി സാധ്യമാക്കുന്നതാണ് ബ്ലെൻഡഡ് ലേണിംഗ്. പിന്നെ പ്രോജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. നമ്മളുടെ പരമ്പരാഗതമായ രീതിയിൽ ഫേസ് ടു ഫേസ് ടീച്ചിങ്ങിൽ കുറെ സമയം ചെലവഴിക്കുന്നതിനാൽ പലപ്പോഴും പ്രോജക്ട് ബേസ്ഡ് ലേണിംഗിന് വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് രീതിയിലൂടെ. റിമോട്ട് ലേണിംഗ് ആണ് മറ്റൊരു വശം ഇതിന്റെ. അതായത് പലപ്പോഴും ഈവൻ ഒന്നെങ്കിൽ ടീച്ചിങ് നമുക്ക് റിമോട്ട് ആയിട്ട് ദൂരെ, അതായത് സെയിം ലൊക്കേഷനിലാവണമെന്നില്ല, വിദ്യാർത്ഥികളും ടീച്ചറും ഒരേ സ്ഥലത്ത് ആവണമെന്നില്ല. ഇന്റർനെറ്റ് ഉപയോഗിച്ച് ലെക്ചേഴ്സ് ദൂരെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈവൻ അസസ്മെന്റും പരീക്ഷകളാണെങ്കിലും ദൂരെ നിന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ബ്ലെൻഡഡ് ലേണിംഗിലൂടെ ഒരുക്കാവുന്നതാണ്. ഇനി വേറൊരു വശം സാറ്റലൈറ്റ് ബേസ്ഡ് TV ചാനൽസ് ആണ്. നമ്മുടെ രാജ്യത്ത് ഓൾറെഡി സ്വയം പ്രഭ എന്നുള്ളൊരു ചാനലുണ്ട്. നമ്മൾക്ക് ഒരുപക്ഷെ ബ്രോഡ്ബാൻഡ് ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾക്ക് TV ചാനലിലൂടെ ലെക്ചേഴ്സ് റെക്കോർഡ് ചെയ്തത് കാണുകയും പിന്നീട് സ്കൈപ്പോ മറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെലിഫോൺ ഉപയോഗിച്ചാണെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഈ ബ്ലെൻഡഡ് ലേണിംഗിൽ പോസിബിൾ ആണ്. ബ്ലെൻഡഡ് ലേണിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ICT കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസും കുറച്ച് വാക്കുകളും നമുക്ക് പരിചിതമായിരിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസിനെ കുറിച്ചാണ്. OER എന്നാണ് നമ്മൾ പറയുക. അതായത് ഈ നമ്മളുടെ പഠന രീതിയോട് സപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഇതിന് ക്രിയേറ്റീവ് ലൈസൻസിങ്ങിന്റെ പ്രശ്നമില്ല. അതായത് നമ്മൾക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമുള്ള പൊതുവെയുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു അവസരമാണ്. മേക്കിംഗ് എഡ്യൂക്കേഷൻ ആക്സസിബിൾ ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റിൽ ഉള്ള സ്റ്റഡി മെറ്റീരിയലാണ് ഈ OER എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ NME ICT, NPTEL, EPG പാഠശാല, NDL എന്നിങ്ങനെ ഉള്ള കുറെ റിസോഴ്സുകളുണ്ട്. നാഷണൽ മിഷൻ ഇൻ എഡ്യൂക്കേഷൻ ത്രൂ ICT, NPTEL is a national program on technology enhanced learning. ഇത് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന് വേണ്ടിയാണ്. IIT-കൾ ഒരുമിച്ച് കൂടി എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളുടെ കോഴ്സുകളും ഇൻഡിവിജ്വൽ സബ്ജക്ട്സും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് NPTEL. EPG പാഠശാല എന്ന് പറഞ്ഞാൽ മറ്റുള്ള സബ്ജക്ട്സിന് വേണ്ടി ഏകദേശം 70ഓളം വിഷയങ്ങളിൽ സോഷ്യൽ സയൻസ്, ആർട്സ്, ഫൈൻ ആർട്സ്, ഹ്യൂമാനിറ്റീസ് ഉള്ള വിഷയങ്ങളിൽ കോഴ്സുകളും സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. NDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ആണ്. അഗൈൻ ഒരു റിപ്പോസിറ്ററി ആണ് സ്റ്റഡി മെറ്റീരിയലിന്റെയും മറ്റും. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള നിലവിലുള്ള ഏതാനും OER. പിന്നെ അടുത്തതായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്നുള്ളൊരു വാക്കിനെ കുറിച്ചാണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നമ്മൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ലെക്ചേഴ്സും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നു. സ്റ്റുഡൻസിന് അവരുടേതായ ഒരു പേജ് ഉണ്ടാകും. അവർക്ക് അവരുടെ അസൈൻമെന്റ്സ് ഏതൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്, എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്, വിദ്യാർത്ഥികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നിവ വിലയിരുത്താനുള്ള കുറച്ച് ടൂൾസ് ഉണ്ടാകും ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ.
ഇതൊരു യൂഷ്വലി ഒരു സെർവറിൽ അപ്ലോഡഡ് ആണ്. അത് നമ്മൾക്ക് നമ്മളുടെ ഇന്റർനെറ്റ് ബ്രൗസറിലൂടെ, ലാപ്ടോപ്പിലൂടെയോ ടാബിലൂടെയോ ഫോണിലൂടെയോ ആക്സസ് ചെയ്യാവുന്നതാണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂം പോലെയാണ്. വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ഇന്ററാക്ട് ചെയ്യാനും അവരുടെ പഠനത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൽ ഫേമസ് ആയിട്ടുള്ളത് ബ്ലാക്ക് ബോർഡ്, ക്യാൻവാസ്, മൂഡിൽ എന്നിവയാണ്. ഇതിൽ തന്നെ പല ഓൺലൈൻ കോഴ്സുകളും ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്. ഇനി അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മൂക്സും സ്വയം എന്നീ രണ്ട് വാക്കുകളാണ്. മൂക്സ് എന്നുള്ള കൺസെപ്റ്റ് ഒരുപക്ഷെ എല്ലാവർക്കും ഇപ്പൊ അറിയാമായിരിക്കും. പ്രത്യേകിച്ച് പാൻഡമിക്കിന്റെ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഓൺലൈൻ എഡ്യൂക്കേഷനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആണ് മൂക്ക്. അതായത് ഇതിൽ ഫേസ് ടു ഫേസ് കമ്പണന്റ് ഇല്ല. നമ്മളുടെ എല്ലാ കോഴ്സും അതിന്റെ അസസ്മെന്റും മറ്റും ഓൺലൈനായിട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസിനെയാണ് മൂക്സ് എന്ന് പറയുന്നത്. ഇതിൽ സ്വയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ MHRDയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. സ്വയമിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു. ഇത് ക്രെഡിറ്റുകളുള്ള കോഴ്സുകളാണ്. നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള കൺവെൻഷണൽ എഡ്യൂക്കേഷനിൽ ഉള്ള ആളുകൾക്ക് ആ ക്രെഡിറ്റുള്ള കോഴ്സുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് അവർക്ക് ക്യാരി ഓൺ ചെയ്യാനുമുള്ള ഒരു അവസരം ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അടുത്തതായിട്ടുള്ളത് ഒരു വെർച്വൽ ലാബോറട്ടറീസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അഗൈൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അടിയിലുള്ള ഒരു സംവിധാനമാണ്. ഇതിൽ നമ്മൾക്ക് റിമോട്ടായിട്ട് ദൂരെ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ഈ ലാബ്സിന്റെ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. ഇത് പ്രത്യേകിച്ച് ഇത് രണ്ട് രീതിയിലാണ്: സിമുലേഷൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചും, അല്ലെങ്കിൽ ദൂരെ ഇരുന്നുകൊണ്ട് ആക്ച്വൽ ലാബിൽ നമ്മൾക്ക് ഇൻഫർമേഷൻ അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അയച്ചുകൊണ്ട് ആ ലാബിൽ ചെയ്യാനുള്ള പ്രക്രിയ ചെയ്യാനുള്ള ഒരു അവസരമാണുള്ളത്. ഇത് ഓൾറെഡി നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില വിദ്യാലയങ്ങൾ, ചില യൂണിവേഴ്സിറ്റി, ചില കോളേജുകൾ അത് ഓൾറെഡി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ബ്ലെൻഡഡ് ലേണിംഗിന്റെ ഓവർവ്യൂ ഫ്രം ദ പോയിന്റ് ഓഫ് ICT, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് വെച്ച് നോക്കുമ്പോൾ. ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗിന്റെ കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ഫ്ലെക്സിബിലിറ്റിയിലാണ്. അതായത് ലൊക്കേഷന്റെയോ സമയത്തിന്റെയോ ഒരു പരിമിതികളില്ലാതെ പലർക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു മെച്ചപ്പെട്ട ഒരു അവസരമുണ്ട് ബ്ലെൻഡഡ് ലേണിംഗിൽ. പിന്നെ അടുത്തൊരു മെച്ചം ഒരു എൻകറേജ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളുടെ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾക്ക് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. പക്ഷേ സെൽഫ് ലേണിംഗിന് വളരെയധികം സാധ്യതകളുണ്ട്. സെൽഫ് മോട്ടിവേഷന് വളരെയധികം സാധ്യതകളുണ്ട് വിദ്യാർത്ഥികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്. അങ്ങനത്തെ ഒരു അവസരം ഒരുക്കുന്നതാണ് ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗിലൂടെ നമുക്ക് കൈവരിക്കാവുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നമ്മളുടെ കൺവെൻഷണൽ രീതി ഒരു അഡൾട്ട് ലേണിംഗിന് വേണ്ടിയുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് പലരും കോളേജ് കഴിഞ്ഞ് പിന്നീട് രണ്ടാമതൊരു ഡിഗ്രി എടുക്കാൻ ഒരു പക്ഷേ 10-20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലേണേഴ്സിന് ഒരു പക്ഷേ തിരിച്ചൊരു കൺവെൻഷണൽ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. കാരണം അവരുടെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈം ആൻഡ് ലൊക്കേഷൻ മൂലം ഒരു പരിമിതി ഉണ്ടാകുന്നതുകൊണ്ട് അതൊരു പക്ഷേ ബ്ലെൻഡഡ് ലേണിംഗിലൂടെ നമ്മൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരെ അഡ്രസ് ചെയ്യാനും അവരുടെ ആസ്പിറേഷൻസ് അഡ്രസ് ചെയ്യാനും സാധ്യമാകുന്ന ഒരു രീതിയാണ് ബ്ലെൻഡഡ് ലേണിംഗിൽ നിന്ന് നമുക്ക് പോസിബിൾ ആവുക. ഇതിൽ ഒരു ചെറിയൊരു നമുക്ക് കുറെ ചാലഞ്ചസ് ഉണ്ട്. കാരണം നമുക്ക് ടെക്നോളജിയുടെ ചാലഞ്ചസ് ഉണ്ട്. പിന്നെ ഇപ്പോഴും നമുക്കൊരു ഫുള്ളി സിസ്റ്റം ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആക്കണം ഇങ്ങനത്തെ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പുതിയ ചാലഞ്ചുകളുണ്ട്. അതിലേറെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം ചാലഞ്ചുള്ള ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺവെൻഷൻ ആയിട്ടുള്ള അപ്രോച്ചിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. എവറിത്തിങ് ഈസ് ഗിവൺ ടു യു. ഇനി അതിൽ നിന്നൊരു സെൽഫ് മോട്ടിവേഷനിലേക്ക് പോകുക എന്നുള്ളത് ഒരു പക്ഷേ അതെങ്ങനെയാകുന്നുള്ളത് നമുക്കറിയില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഹാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകാനും ഈ ഒരു നമ്മളുടെ ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളുടെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഒരു ചുമതലയായി ഞാൻ കാണുന്നുണ്ട്. That's what I wanted to share. Thank you. Thank you, Shruti. That was a lot of information, and
ബ്ലെൻഡഡ് ലേണിംഗ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സാധ്യതകളെക്കുറിച്ചും ശ്രുതി സംസാരിച്ചു. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പിന്നെ ഒരു ടീച്ചർ സെൻട്രിക് പ്രോസസ്സിൽ നിന്ന് സ്റ്റുഡൻറ് സെൻട്രിക്കിലോട്ട് മാറാനുള്ള അവരവരുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും ബ്ലെൻഡഡ് ലേണിംഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ശ്രുതിക്ക് കൂടുതൽ അടുത്ത റൗണ്ട്സിൽ പ്രതീക്ഷിക്കാം. നൗ വി ആർ മൂവിങ് ഓൺ ടു പ്രൊഫസർ ജെ കിരൺ. J. Kiran is Associate Professor in Geology in Government College, Kasaragod. അതിനു മുമ്പ് അദ്ദേഹം സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് സയന്റിസ്റ്റ് ആയിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് TVM, ട്രിവാൻഡ്രം തുടങ്ങിയ കോളേജസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം ഈ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ആക്റ്റീവായ ഒരാളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല കോൺഫറൻസസ് ആൻഡ് വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ INDO-US വർക്ക്ഷോപ്പ് ഓൺ എഫക്റ്റീവ് ടീച്ചിങ്, പിന്നെ സ്വിറ്റ്സർലൻഡിലുള്ള ട്രാൻസ്ഡിസിപ്ലിനറി കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ റീസെൻ്റ് ആയി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ ഫ്ലെയർ പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഹെഡായും കരിക്കുലം ഡിസൈൻ്റെ ഹെഡായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ജെ കിരൺ. അപ്പോൾ ഡോക്ടർ ജെ കിരണിന് ഇപ്പോൾ കേരളത്തിലെ ഒരു ഗവൺമെന്റ് കോളേജിലുള്ള ഒരു പ്രൊഫസർ എന്നുള്ള നിലയിൽ ഈ പുതിയ UGCയുടെ പുതിയ നിർദ്ദേശത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കാം ഒരു ഗവൺമെന്റ് കോളേജിന് ഈ ഒരു പുതിയ ട്രാൻസിഷനിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കാം, എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കാം നേരിടേണ്ടി വരിക, എന്തൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സെനാരിയോയിൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രൊഫസർ ജെ കിരണിന് നല്ലവണ്ണം സംസാരിക്കാൻ കഴിയും. സോ ഇറ്റ്സ് ഓവർ ടു യു നൗ, ഡോക്ടർ ജെ കിരൺ. എല്ലാവർക്കും നമസ്കാരം. ഓരോ കാലഘട്ടവും ഓരോ മേഖലയും മാറ്റത്തിന്റെ ചില ആവശ്യകത മുന്നിൽ കൊണ്ടുവരാറുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മേഖലകൾ മാറേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല, ഈ മേഖലകളിൽ മാറിയ സമഗ്രമായ മാറ്റങ്ങളെ പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറിയോ എന്ന് ചോദിച്ചാൽ തീർത്തും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോ നമ്മൾ ഇപ്പൊ UGC മുന്നോട്ട് വച്ചിട്ടുള്ള ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ മാതൃക ധൃതി പിടിച്ചിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ പല ചലഞ്ചസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് നമ്മുടെ ഒരു യാത്രയാണ്, വിദ്യാഭ്യാസ വികസനത്തിന്റെ ഒരു യാത്രയാണ്. അപ്പൊ ഈ യാത്രയിൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഇക്കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാഹചര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് ആദ്യം ഒന്ന് അറിയുന്നത് വളരെ നന്നായിരിക്കും. കേരളത്തില് ഒരു വളരെ നല്ല ഒരു രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇന്ന് നിലവിലുള്ളത്. അത് സ്ഥാപനങ്ങളുടെ കാര്യങ്ങളിലായാലും മാനവശേഷിയുടെ കാര്യങ്ങളിലായാലും അത് തീർത്തും അത് ശരിയാണ്. നമുക്ക് മൊത്തത്തിൽ 14 സർവകലാശാലകളും ഏകദേശം 1000 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും 200ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളും, ഞാൻ എല്ലാ തരം സ്ഥാപനങ്ങളും ചേർത്താണ് പറയുന്നത്, ആണ് നമുക്കിന്ന് കേരളത്തിലുള്ളത്. അപ്പൊ ഈ നമുക്ക് മനസ്സിലാവും ഇത് കേൾക്കുമ്പോൾ ഒരു എന്തുമാത്രം വൈവിധ്യമായ ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടങ്ങളിൽ സർവകലാശാലയായാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായാലും ഇവിടെ നടക്കുന്ന പഠന രീതികളെല്ലാം തികച്ചും വ്യത്യസ്തം എന്ന്, അതുപോലെ അതിന്റെ ഊന്നലും വ്യത്യസ്തമാണ്. സർവകലാശാലകൾ കൂടുതലും റിസർച്ചിനാണ് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകൾ ടീച്ചിങ്ങിനും ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്ഥാപനങ്ങളിൽ നടക്കുന്ന മുന്നേറ്റങ്ങൾ ഒഴിച്ചാൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും പരമ്പരാഗതമായ രീതിയിലാണ് പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാം. ഞാനിപ്പോ ഈ പറയുന്നത് കഴിഞ്ഞ 2 കൊല്ലം മഹാമാരി നമ്മൾക്ക് അടിച്ചേൽപ്പിച്ച മാറ്റങ്ങൾ കണക്കാക്കാതെയാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ മേഖലയിലെ മൊത്തം സ്ഥാപനങ്ങളും തികച്ചും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെയും ഡിജിറ്റൽ ഫെസിലിറ്റീസിനെയും കുറിച്ചൊന്ന് പറയാതിരിക്കാൻ വയ്യ.
ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ നാഷണൽ സാമ്പിൾ സർവേ 2017-18 നടത്തിയ സർവേയിലെ ചില കണക്കുകൾ ഇവിടെ തികച്ചും പ്രസക്തമാണ്. ആ കണക്ക് പ്രകാരം രാജ്യത്ത് മൊത്തത്തിൽ ഹൗസ് ഹോൾഡ്സിലുള്ള കമ്പ്യൂട്ടർ ഉള്ള വീടുകൾ എത്രയെന്ന് ചോദിച്ചാൽ 11% താഴെ വീടുകളിൽ മാത്രമേ രാജ്യത്ത് കമ്പ്യൂട്ടർ ഉള്ളൂ എന്നാണ് കണക്ക്. ഇത് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നഗരങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ 23%, ഗ്രാമങ്ങളുടെ കാര്യത്തിൽ 4.4%. പക്ഷെ നമുക്കറിയാം കേരളത്തിൽ ഇങ്ങനെ ഒരു നഗര ഗ്രാമ വ്യത്യാസം വലുതായിട്ടില്ല. അത് തന്നെ കണക്കുകളിലും കാണാൻ കഴിയുന്നതാണ്. കേരളത്തിൽ കമ്പ്യൂട്ടർ ഉള്ളത് 27.5% വീടുകളിൽ, നഗരങ്ങളിലെ വീടുകളിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറയാം. ഇത് ഗ്രാമങ്ങൾ എന്ന് ഞാൻ പറയുകയാണ്, ഗ്രാമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സ്ഥലങ്ങളിൽ 20.1% വീടുകളിലാണ് കമ്പ്യൂട്ടർ ഉള്ളത്. വലിയ വ്യത്യാസമില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാകും. എന്നാലും 30% താഴെ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. ഇനി ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നഗരങ്ങളിൽ 42%, ഇത് ഗ്രാമങ്ങളിൽ 14.9%മാണ് കണക്ടിവിറ്റി ഉള്ളതെന്ന് പറയുന്നു. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമാണ്. നാം ഒരു നല്ല പൊസിഷനിൽ തന്നെയാണെന്ന് പറയാം. ഇത് 56.4% നഗരങ്ങളിലും ഗ്രാമങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 46.9%മാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കാണേണ്ടതാണ്. 2017-18 സർവേ 19 പബ്ലിഷ് ചെയ്തതാണ്. മഹാമാരി കാരണം ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. സാഹചര്യം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാം ഡിജിറ്റലായിട്ട് ഇപ്പൊ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കാഡമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ എന്തുമാത്രം ഇതിന് തയ്യാറാണെന്നുള്ളത് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. നമ്മുടെ അധ്യാപന രീതികൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഉള്ള പൊതുവെ ഉള്ള ചട്ടക്കൂടുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലും പരമ്പരാഗതമാണ്. അപ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ് പോലത്തെ, ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് ഇതിന്റെ സാധ്യതകൾ പറഞ്ഞു, അത്തരത്തിൽ മാറേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് കുറച്ച് സമയം വേണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി കേരളത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേറ്റങ്ങൾ സർക്കാർ മേഖലകളിലായാലും സർക്കാർ മേഖലയ്ക്ക് പുറത്തായാലും നടന്നിട്ടുണ്ട്. അതൊന്നും എടുത്തു പറയാതെ നിവൃത്തിയില്ല. ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫ്ലയർ എന്ന പരിപാടി കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ ടെക്നോളജി എനേബിൾഡ് ടീച്ചിങ് ലേണിംഗ് എന്നുള്ള ഒരു വിഷയത്തിൽ അധ്യാപകർക്ക് കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലത്തെ നൂതന മാർഗങ്ങളിൽ പരിശീലനം കിട്ടിയ അധ്യാപകർ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുണ്ട്, സർവകലാശാലകളിലുണ്ട്. ഇവരുടെ ഒരു കൂട്ടായ്മ തയ്യാറാക്കിയ കേരള മൂക്സ് എന്ന് പറയുന്ന ഒരു ഈ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഏത് അധ്യാപകന് വേണമെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അധ്യാപക കൂട്ടായ്മ തന്നെയാണ് സർവകലാശാലകളിലായാലും കോളേജുകളിലായാലും മറ്റധ്യാപകരെ തയ്യാറാക്കുന്നതിൽ വളരെ നല്ല ഒരു ശ്രമം നടത്തി പോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർക്ക്, തിരഞ്ഞെടുത്ത അധ്യാപകർക്ക് രാജ്യത്തിലും വിദേശത്തുമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ ഈ പുതിയ മാതൃകകൾ പഠിക്കാനുള്ള അവസരം കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സർവകലാശാല അധ്യാപകർക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധ്യാപകർക്കും നൂതന വിദ്യാഭ്യാസ മാർഗങ്ങളിൽ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയാലും അതുപോലെ തന്നെ ഇ ലേണിംഗിലായാലും പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ എയ്ഡഡ് കോളേജ് മേഖലയിൽ ഒരു വൻ മുന്നേറ്റം നടന്നിട്ടുണ്ട്. ചില സംഘടനകൾ ചേർന്നുകൊണ്ട് അധ്യാപകരെ നൂതനമായ ടൂൾസിനെ പരിചയപ്പെടുത്തുന്നതായാലും LMS പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒരുക്കുന്നതിന് ഉള്ള ട്രെയിനിങ് ആയാലും അതും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയാണോ ഒരു മാതൃകയായി മാറിയത് അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ബ്ലെൻഡഡ് ലേണിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ കേരളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് എടുത്തുകൊണ്ട് ഒരു പുതിയ മാതൃകയുമായി മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ എനിക്ക് ഇതിന്റെ എല്ലാം ചേർത്തിട്ട് പറയാനുള്ളത്, കേരളത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യത്തിന് ഇണങ്ങുന്ന ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡഡ് ലേണിംഗ് പ്ലാൻ ആണ്. ഇപ്പോ ഈ പറയുന്ന അതേ രീതിയിലല്ലാതെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. അതുപോലെ സർവകലാശാലകളിലും കോളേജുകളിലും അതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരു ഘട്ടമായ ഒരു ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ആയിരിക്കും കേരളത്തിന് കൂടുതൽ ഇണങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മറ്റ് ചോദ്യങ്ങൾക്ക് ആ അവസരങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. താങ്ക് യു പ്രൊഫസർ ജയകിരൺ. വളരെ എന്താ പറയുക, ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ബിക്കോസ് ഇങ്ങനൊരു പുതിയൊരു പദ്ധതി വരുമ്പോൾ അത് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, കൂടാതെ കുറച്ച് എക്സിസ്റ്റിംഗ് സക്സസ് സ്റ്റോറീസും പരാമർശിച്ചു. ഇത് വളരെ ആശ്വാസജനകമായ കാര്യമാണ്. കാരണം നമുക്ക് മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് പ്രോഗ്രസീവ് ആവാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ അത് എത്ര ഡിഫിക്കൽട്ട് ആയാലും നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തെടുത്ത് മുന്നോട്ട് പോയേ മതിയാവൂ എന്നുള്ളത് വളരെയധികം എംഫസൈസ് ചെയ്ത് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കർ വളരെ എമിനന്റ് ആയ ഒരു സയന്റിസ്റ്റ് ആണ്. ഷീ ഈസ് പ്രൊഫസർ ഇൻ IIT മദ്രാസ്, പ്രൊഫസർ ലിജി ഫിലിപ്പ്. She is Neeta and KG Ganapathy Institute Chair Professor in Department of Civil Engineering and Fellow of National Academy of Engineers and Royal Society of Chemistry. കൂടാതെ over 400 publications to her credit, more than 25 sponsored projects, and also Bill and Melinda Gates Foundation used her ideas for sanitization. They consult her, and also she is not only an academician, like her projects are used for many villages. Actually, recently she has also executed projects on sustainable water and waste management in 5 villages. And so like she is such a person who is versatile, multi-talented, and she is a IIT professor as well. So Professor ലിജി ഫിലിപ്പിന് IIT കണ്ടക്സ്റ്റിൽ, അതായത് വളരെയധികം നമ്മുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്, നമ്മുടെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് IITs. അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും വളരെയധികം ബ്രില്യൻറ്റ് പീപ്പിളിനെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി എന്നുള്ള നിലയിൽ പ്രൊഫസർ ലിജി ഫിലിപ്പിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പ്രൊഫസർ ലിജി ഫിലിപ്പ്, ഇറ്റ്സ് യുവർ ടേൺ നൗ. നമസ്കാരം. ബ്ലെൻഡഡ് ലേണിംഗ് ആണ് ഉപരിപഠനത്തിന്റെ ഭാവി അഥവാ മുന്നോട്ടുള്ള വഴി. ഈ അവസരം നമ്മൾ നന്നായി വിനിയോഗിക്കണം. നന്നായി പ്ലാൻ ചെയ്യാതെ ഇത്തരം നയപരമായ വ്യതിയാനം ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ ഒരു നല്ല സിസ്റ്റവും അവസരവും നഷ്ടപ്പെടുത്തുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ബ്ലെൻഡഡ് ലേണിംഗിന്റെ വെല്ലുവിളികളെ കുറിച്ചും അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചും ആണ് അടുത്ത 5 നിമിഷത്തിൽ സംസാരിക്കാൻ പോകുന്നത്. പുതിയ നയങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് ഉപകാരപ്രദമായി നവീകരിക്കാൻ നയം പ്രാബല്യത്തിൽ വരുമ്പോഴുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ബ്ലെൻഡഡ് ലേണിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ പല വെല്ലുവിളികളുമുണ്ട്. നമുക്ക് അതിനെ 3ആയി തരംതിരിക്കാം. ആദ്യമായി സാങ്കേതികമായ വെല്ലുവിളികൾ. നേരത്തെ ആദ്യത്തെ സ്പീക്കേഴ്സ് അതിനെപ്പറ്റി സംസാരിച്ചു. എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ടെക്നോളജിയും ആവശ്യമായ ഉപകരണങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനോടുകൂടി അവർക്ക് ടെക്നോളജിയും ഉപകരണങ്ങളും വേണ്ട വിധം ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ് പ്രോപ്പറായിട്ട് പോകില്ല. രണ്ടാമത്തെ കാര്യം, ടെക്നോളജി ഉള്ളത് കൊണ്ട് മാത്രം ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കില്ല. കാരണം വേറെ പല കാര്യങ്ങളും ആവശ്യമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന്. പിന്നെ ഓർഗനൈസേഷണൽ ചലഞ്ചസിനെ പറ്റി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തൽസ്ഥിതി തുടരാനായിട്ടുള്ള ഒരു മനസ്ഥിതിയാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ ഒരു ചേഞ്ച് വരുമ്പം എല്ലാവരും അതിന്റെ ഡ്രോബാക്സിനെ പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സിസ്റ്റത്തിന് കഴിയണം. വേറെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, എല്ലാവരും ബ്ലെൻഡഡ് ലേണിംഗ് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ടീച്ചർമാർക്ക് എന്ത് സംഭവിക്കും, ടീച്ചർമാരുടെ റോൾ എന്തായിരിക്കും, ടീച്ചർമാർക്ക് റിലവൻസ് ഉണ്ടോ? ഓക്കെ, ഇതാണ് അടുത്ത പേടി. ഓക്കെ, സോ ബ്ലെൻഡഡ് ലേണിംഗില് ടീച്ചേഴ്സിന് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ റോൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം.
വേറെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നത്, ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് പോകുമ്പം സ്റ്റുഡൻസ് എത്രമാത്രം പഠിക്കും? ഓക്കെ, അവരെ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ കണ്ട് പോകുമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുവോ? എന്താണ് അവർ പഠിക്കുന്നത്? ഇതാണ് അടുത്ത പ്രശ്നം എല്ലാവരും ചോദിക്കുന്നത് ബ്ലെൻഡഡ് ലേണിംഗിനെ പറ്റി. പിന്നെ വരുമ്പോൾ ടീച്ചിങ് മെറ്റീരിയൽസിനെ പറ്റി പറയുമ്പോഴും അവിടെയും വെല്ലുവിളികളുണ്ട്. കാരണം ഇത് മെറ്റീരിയൽ മാത്രമല്ല, അതിന്റെ ഡെലിവറിയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് വേ ടു കൺവേ ദ തിങ്സ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ഹിയർ. അപ്പം മെറ്റീരിയലിനെ പോലെ തന്നെ പഠന മാർഗം തെരഞ്ഞെടുക്കണം. ഒരു പോയിട്ട് ജസ്റ്റ് ലെക്ചർ കൊടുത്ത് പോരുന്നത് കൊണ്ട് മാത്രം പഠനം നടക്കില്ല. ഇന്ററാക്റ്റീവ് സെക്ഷൻസ് വേണം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം, പിയർ ഇന്ററാക്ഷൻസ് വേണം. ഇതെല്ലാം ഒക്കെ ഇതിന്റെ ചലഞ്ചസ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. പക്ഷെ ബ്ലെൻഡഡ് ലേണിംഗിനെ പറ്റി പറയുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ വെല്ലുവിളികളെ വെച്ച് നോക്കുമ്പോൾ ഗുണങ്ങൾ 10 മടങ്ങാണുള്ളത്. കാരണം ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, വെരി ഗുഡ് കണ്ടന്റ് ഉണ്ട്. ഓക്കെ, പാസീവ് ലേണിംഗിന്റെ സ്റ്റുഡൻസ് ആക്റ്റീവ് ലേണിംഗിലേക്ക് പോകുന്നു. ഇത് പലപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഓൺലൈൻ മെറ്റീരിയൽസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ എൻട്രൻസിന്റെ പുറകെ പോയി അത് പാസ്സാകാനായിട്ട് സമയം കളയണമെന്നോ ഒന്നുമില്ല. എല്ലാ മെറ്റീരിയലും എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പം ഇറ്റ് ഈസ് വെരി വെരി കോസ്റ്റ് എഫക്റ്റീവ്. ആൻഡ് സ്റ്റുഡൻസിന് ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെയും ഓൺലൈൻ പഠിക്കുന്നതിന്റെയും ഒക്കെ രണ്ടിന്റെ നല്ല ഗുണങ്ങള് ഇവിടെ കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പം ഞാൻ പറഞ്ഞ വെല്ലുവിളികള് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റുന്നതെന്ന് ഒക്കെ ക്വിക്കായിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ, ബ്ലെൻഡഡ് ലേണിംഗ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കോഴ്സ്, ഒരു സബ്ജക്ട് മാത്രമായിട്ട് ബ്ലെൻഡഡ് ലേണിംഗ് മോഡിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഒരു എൻ്റയർ കോഴ്സ് ബ്ലെൻഡഡ് ലേണിംഗ് മോഡിൽ നമുക്ക് പോകാം. ഒരു സബ്ജക്ട് ആണെങ്കിൽ ഓക്കെ, ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ്, ഓക്കെ, ഇനി ഒരു ബിടെക് ഡിഗ്രി ഒക്കെ ബ്ലെൻഡഡ് മോഡിൽ നമുക്ക് പോകാം. ഇതൊരു സബ്ജക്ട് ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആദ്യമേ കോഴ്സ് മാനേജ്മെന്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, വിത്തൗട്ട് എ പ്രോപ്പർ പ്ലാൻ ഒക്കെ ജസ്റ്റ് ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കില്ല. കാരണം മെറ്റീരിയൽ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ഒരു ലെവൽ, സ്റ്റുഡൻസിന്റെ ഒരു ലെവലിനെ പ്രതീക്ഷിച്ചുണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ ആണ്. അപ്പം ആദ്യമായിട്ട് സ്റ്റുഡൻസിനെ ആ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവര് പോയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെയാണ് ടീച്ചേഴ്സിന്റെ റോൾ വരുന്നത്. സോ അവര് കോഴ്സ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് സ്റ്റുഡൻസിനെ ഈ ഓൺലൈൻ മെറ്റീരിയൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ആദ്യമേ ആക്കണം. അത് കഴിഞ്ഞിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് മെറ്റീരിയൽ ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് കണ്ടുപിടിച്ച് ഒക്കെ സ്റ്റുഡൻസിന് ഇൻഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് പോയി ഈ കോഴ്സ് മെറ്റീരിയൽ അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റുഡൻസിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ലേണിംഗ് മേ നോട്ട് ഹാപ്പൻ ഓൾവേസ്. ഒരു 20% സ്റ്റുഡൻസ് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവര് സ്വന്തമായിട്ട് പഠിക്കും. പക്ഷെ മറ്റേ 80% സ്റ്റുഡൻസ് മേ ഗെറ്റ് ലോസ്റ്റ് ഇതിന്റെ പാതയില്. അങ്ങനെ വരുമ്പോൾ ഈ ടീച്ചേഴ്സ്, അവരുടെ റെഗുലർ ടീച്ചർ, അവരും സ്റ്റുഡൻസിന്റെ കൂടെ ഈ ഓൺലൈൻ മെറ്റീരിയൽസ് അറ്റൻഡ് ചെയ്ത് വീക്ക്ലി ഓർ ഒക്കെ ഫിക്സഡ് ഇന്റർവെൽ ദേ ഷുഡ് ഹാവ് ഇന്ററാക്ഷൻസ്, ഡിസ്കഷൻസ് ഒക്കെ എല്ലാവും വേണം. അതുപോലെ ഒക്കെ കണ്ടിന്യൂസ് അസസ്മെന്റ്, എത്രമാത്രം സ്റ്റുഡൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബൈ ഹാർട്ടിംഗ് അല്ല, understanding what is the level of learning they are achieving. Okay, we have to look into that one. So that is what a course I am talking about. ഇനി നമ്മളൊരു പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ യെസ്, ഓക്കെ, പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. സോ ഡെവലപ്പ് എ പ്രോപ്പർ കോഴ്സ് കരിക്കുലം. ഓക്കെ, കരിക്കുലം നന്നായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, സോ കരിക്കുലം ഉണ്ടാക്കുമ്പോൾ we have to put lot of flexibility. കാരണം കോർ കോഴ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഫോർ ദാറ്റ് ഡിഗ്രി ഏതൊക്കെയാണ്, ഏതൊക്കെ കോഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ നിങ്ങൾ പല ബാസ്കറ്റില് എലക്ടീവ്സ് ഇടുക. എലക്ടീവ്സ് ഒക്കെ കാരണം ഒരാള്
ഒരു സ്പെഷ്യലൈസേഷനിലായിരിക്കും ഇൻട്രസ്റ്റഡ്, മറ്റേ ആൾ മറ്റേ സ്പെഷ്യലൈസേഷനിലായിരിക്കും ഇൻട്രസ്റ്റഡ്. പക്ഷെ ബേസിക് നോളജ് വിൽ ബി there for എല്ലാ സ്റ്റുഡൻസിനും. അപ്പൊ കോർ കോഴ്സും എലക്ടീവ്സും സെപ്പറേറ്റ് ചെയ്യുക, എലക്ടീവ്സ് പല ബാസ്ക്കറ്റിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ എലക്ടീവ്സ് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഒക്കെ, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം അനുസരിച്ച് ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നോക്കുവാണെങ്കിൽ, എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സബ്ജക്റ്റുകളിലും ആവശ്യത്തിന് പ്രാവീണ്യം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനത്തെ അവസരങ്ങളില് ഒക്കെ വി ക്യാൻ ഗോ അറൌണ്ട് ആൻഡ് ലുക്ക് എവിടെയെല്ലാമേ ഇങ്ങനത്തെ കോഴ്സുകളുണ്ട്. ആ കോഴ്സ് ഈ ബാസ്ക്കറ്റിൽ വരുന്ന ഏതെങ്കിലും കോഴ്സ് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഈ ലെവലിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ സ്റ്റുഡൻസിന് ആ കോഴ്സ് എടുത്തിട്ട് ഒക്കെ they can get a minor degree in that one. Okay, so നിങ്ങൾക്ക് ഒരു കോർ ഡിഗ്രി ഇൻ ഒരു സബ്ജക്റ്റിലും ഒരു മൈനർ ഇൻ അനദർ സബ്ജക്റ്റിലും എടുക്കാൻ പറ്റും. ഈ വിധത്തിലുള്ള കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. 2004 തുടങ്ങി ഈ വിധത്തിലുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഒക്കെ മൈനേഴ്സ് ആൻഡ് പിന്നെ നമ്മൾ സ്റ്റുഡൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ പലരും പല ലെവലിലായിരിക്കും ലേണിംഗ് കേപ്പബിലിറ്റി ഉള്ളത്. ചിലർക്ക് സം സ്റ്റുഡൻസ് ആർ വെരി ഫാസ്റ്റ് ലേണേഴ്സ്, അത് അല്ലാത്തവര് വളരെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അപ്പോൾ we have to bring in flexibility in the examination also. നമ്മൾ ഒരു കോഴ്സ് ഒരു സെമസ്റ്റർ പഠിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ എക്സാം ഈ സെമസ്റ്ററിലും അടുത്ത സെമസ്റ്ററിലും നടത്തുക. അപ്പൊ ഫാസ്റ്റ് ലേണേഴ്സിന് എക്സാം ഈ സെമസ്റ്ററിൽ എടുക്കാം. ഓക്കെ, സോ ഞങ്ങൾ അത് ഓഡ് ഈവൻ സെമസ്റ്റർ എന്ന് പറയും. ഓഡ് സെമസ്റ്ററിലെ കോഴ്സിന് ഓഡ് സെമസ്റ്ററിലും ഈവൻ സെമസ്റ്ററിലും എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഓഡ് സെമസ്റ്ററിൽ എക്സാം എടുക്കുന്ന ഫാസ്റ്റ് ലേണേഴ്സിന് പെട്ടെന്ന് തന്നെ എക്സാം എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. സ്ലോ ലേണേഴ്സിന് കൂടുതൽ സമയം കിട്ടും എക്സാം എഴുതി അവരുടെ സമയത്തിനനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ച് പഠിച്ച് ഒക്കെ എക്സാം എഴുതി ഡിഗ്രി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇങ്ങനത്തെ ലേണിംഗില് ഗ്രൂപ്പ് ഡിസ്കഷൻ, പിയർ ഡിസ്കഷൻ, പ്രോജക്ട്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം പഠനം നടക്കില്ല. കാരണം കോഴ്സ് ഇൻസ്ട്രക്ടറോ ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അതിനുള്ള അവസരങ്ങൾ ഒരുക്കണം. ഓക്കെ, മെനി പ്രോജക്ട്സ് ഒക്കെ പല പിയേഴ്സ് ഒരുമിച്ച് കൂടിയുള്ള പ്രോജക്ട്സ് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് വിത്ത് ഇൻസ്ട്രക്ടർ ഓഫ് ദ കോഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ടീച്ചർ, ഞങ്ങൾ പറയും കോഴ്സ് അഡ്വൈസർ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതെല്ലാവും ഒക്കെ വരുത്തണം. എന്നെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മീൻസ് വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. Okay, it can be done based upon some online exams, online projects, or many ways we can understand how the students are learning. Okay, and another thing is, okay, make sure that the technology is available to everybody. If technology is not available, okay, അത് വലിയൊരു പ്രശ്നമാകും. കാരണം ഞങ്ങൾ തന്നെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ NPTEL കോഴ്സോ MOOC കോഴ്സോ ഒക്കെ എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്തിട്ട് TV പോലെയുള്ള മീഡിയത്തിൽ കൂടെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഓൺലൈൻ ലെക്ചേഴ്സ് ഓൺലൈൻ ആയിട്ട് തന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ പല സ്റ്റുഡൻസിനും ഇന്ററപ്ഷൻ വരും. അത് അവരുടെ സ്ട്രെസ് ലെവൽ കൂട്ടും. കാരണം അവർക്ക് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പല ഭാഗങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഓപ്ഷൻ കൊടുക്കും, ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഓൾവേസ് ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് പുട്ട് ഇറ്റ് ഇൻ എ ഡിപ്പോസിറ്ററി. സോ ആർക്കൊക്കെയാണോ ഈ അവസരം ഇല്ലാത്തത് അവർക്കത് പിന്നെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ interaction courses, interaction classes, okay, try to be online. Okay, otherwise, okay, you'll not be getting that feel. Okay, so because face-to-face interaction is always needed, that personal touch is needed. Otherwise, people will not be learning much. Okay, I think, okay, I will stop here. Okay, the opportunities are tremendous in the learning. Okay, because we can tell that we have done one course, okay, ecology and environment. Okay, ഇത് സുപ്രീം കോർട്ട് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള ഒരു കോഴ്സാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആവശ്യത്തിന് ടീച്ചേഴ്സ് ഇല്ല. അപ്പം ഞങ്ങൾ ഒരു MOOC കോഴ്സ് കണ്ടക്ട് ചെയ്തു, അത് അപ്ലോഡ് ചെയ്തു. 20,000 സ്റ്റുഡൻസ് രജിസ്റ്റർ ഫോർ ദിസ് കോഴ്സ് എവറി ഇയർ, okay, from India itself. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ blended learning is not a new thing in India anymore. So that's all I wanted to tell. Yeah, thank you. താങ്ക് യു പ്രൊഫസർ ലിജി. ദാറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
എങ്ങനെ നമുക്ക് ബ്ലെൻഡഡ് ലേണിംഗ് നടപ്പിൽ വരുത്താം. ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിപ്പോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ, നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് ഒരുപാട് കുറയ്ക്കുന്നത് തന്നെയാണ് എനിക്കും ഇത് കേട്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഓൾറെഡി IIT-യിൽ അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതൊരു സക്സസ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവരുടെ ഓൺ പേസിൽ പഠിക്കാം. ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിൽ മാത്രം നടക്കണമെന്നില്ല. റെക്കോർഡഡ് പ്രോഗ്രാംസ് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് കാണാം. മാത്രമല്ല ഇപ്പോ ഡിഫറെന്റ് കോളേജസിന് ഒന്നിച്ച് വേണമെങ്കിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സും അവര് പ്രത്യേകം എഫേർട്ട് എടുത്ത് സ്വന്തം ലെക്ചർ നോട്ട്സ് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു രീതി തന്നെ ചിലപ്പോൾ മാറിയേക്കാം ബ്ലെൻഡഡ് ലേണിംഗ് വളരെ പ്രാവർത്തികമായി വന്നു കഴിഞ്ഞാൽ. കാരണം റെപ്പോസിറ്ററിയിൽ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷനും അവൈലബിൾ ആണെങ്കിൽ everybody can use it. Appo it is going to be very easy if it is implemented and structured properly. Thank you very much. That was very insightful. Now we are moving on to Professor Jin Jose. He is actually working in UK, but പുള്ളിയുടെ എഡ്യൂക്കേഷൻ എല്ലാം നാട്ടിലായിരുന്നു. MSc and PhD from University of Calicut. അത് കഴിഞ്ഞിട്ട് he was a research fellow in Italy in Politecnico di Milano. After that, he was an assistant professor in IIT Guwahati till 2007. After 2007, he joined School of Chemical and Process Engineering, University of Leeds. And since March 2013, he is the chair of functional materials there. He is currently leading the research group Applied Photon Science and is also Deputy Director of Research and Innovation. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് ഈ ഒരു ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ബ്ലെൻഡഡ് ലേണിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് എങ്ങനെയാണെന്ന് ശ്രുതി പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രൊഫസർ ജയ് കിരൺ പറഞ്ഞു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇത് പല രീതിയിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്, അതിന്റെ ചലഞ്ചസിനെ കുറിച്ചൊക്കെ. അടുത്ത പ്രൊഫസർ ലിജി പറഞ്ഞു ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെക്സ്റ്റിൽ ഇത് എങ്ങനെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യക്ക് പുറത്ത് എങ്ങനെയാണ് ഈ ഓൺലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ് സക്സസ്ഫുള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ഓൺലൈനും ഓഫ്ലൈനുമായി ടീച്ചിങ് നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഫസർ ജിന്നിനോട് ചോദിച്ച് മനസ്സിലാക്കാം. പ്രൊഫസർ ജിൻ. താങ്ക് യു ആശ. എല്ലാവർക്കും നമസ്കാരം. ബ്ലെൻഡഡ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് നന്ദി. ഈ UGCയുടെ കൺസെപ്റ്റ് നോട്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നത്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത് പുതിയ കൺസെപ്റ്റ് അല്ല, ജസ്റ്റ് ബീൻ അറൗണ്ട് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമായത് ഈ ഒരു UGCയുടെ കൺസെപ്റ്റ് നോട്ട് തന്നെയാണ്. ഈ കൺസെപ്റ്റ് നോട്ട് ഞാൻ നോക്കുന്ന സമയത്ത് കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. എങ്ങനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ റിവ്യൂഡ് ആണ്, നന്നായിട്ട് റിവ്യൂ ചെയ്ത് അവൈലബിൾ ആയുള്ള ടെക്നോളജീസിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് നോട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ അപ്പോൾ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറച്ചൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ അത്തരത്തിൽ അതിനെ കാണേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇതിനകത്തുള്ള ചില കൺസെപ്റ്റുകളിലുള്ള ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, ടീച്ചിങ് ലോഡ് കുറയുമോ എന്നുള്ളത്. എൻ്റെ ഒരു അനുഭവത്തിൽ ടീച്ചിങ് ലോഡ് കൂടുകയാണ് ചെയ്യുന്നത് ഈ ബ്ലെൻഡഡ് ലേണിംഗ് വരുന്ന സമയത്ത്. ബേസിക്കലി വി നീഡ് ടു ഫോളോ ദ സ്റ്റുഡൻറ്റിൻ്റെ അസസ്മെൻറ്റ്, അതിൻ്റെ ഫീഡ്ബാക്ക്. ഇപ്പോൾ നമ്മളൊരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ നാട്ടിലൊരു ആനുവൽ എക്സാം ആണെങ്കിൽ നമ്മൾ പരീക്ഷ നടത്തി മാർക്ക് ഇടുന്നു, അതിന് എന്ത് സംഭവിച്ചു സ്റ്റുഡൻറ്റ് എഴുതിയതിന് ഫീഡ്ബാക്ക് സ്റ്റുഡൻറ്റ് കിട്ടാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് വരുന്ന സമയത്ത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിനും ആ സ്റ്റുഡൻറ്റിന് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. സോ അങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്ക് സ്ട്രക്ചർ ഉണ്ട്. അസസ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നീഡ് ടു ക്രിയേറ്റ് എ ലാർജ് ക്വസ്റ്റ്യൻ ബാങ്ക് ഓവർ ദ ഇയേഴ്സ്. അതുപോലെ തന്നെ ഇത് ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം, പ്രസൻറ്റേഷൻസ്, അത് റെക്കോർഡഡ് ലെക്ചേഴ്സ്, അതുപോലെ തന്നെ written documents to aid the student, to give the list of references, library access. പിന്നെ ഈ പറയുന്ന അസസ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനും ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ, മാർക്ക് ഇടുന്നതിനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റുഡൻറ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലോകത്തിലുള്ള
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഹൈ റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഇപ്പോൾ നോക്കിയാൽ സ്റ്റുഡൻറ് സ്റ്റാഫ് റേഷ്യോ ഇസ് സ്റ്റിൽ വെരി ലോ. സം ഓഫ് ദം ആർ ഈവൻ ലെസ് ദാൻ 10. ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് അടുത്ത ഈവൻ MHRDയുടെ തന്നെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 24:1 ആണ് ആവറേജ് സ്റ്റുഡൻറ് സ്റ്റാഫ് റേഷ്യോ എന്നാണ്. അതെന്ന് പറയുന്നത് ചൈനയെക്കാളും ബ്രസീലിനേക്കാളും കൂടുതലാണ്. ചൈന ആൻഡ് ബ്രസീൽ ആർ ബിലോ 20. UK അവർ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ ആ സ്റ്റുഡൻറ് ജേർണി ടു ബി റൈറ്റ് ഇൻ ദ റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് you need to have that constant what we call here as a pastoral care resource important. അതിനു വേണ്ടിയിട്ട് ഈ അതൊരു ന്യൂനതയായിട്ടാണ് കാണുന്നത്. കൺസെപ്റ്റ് നോട്ടിലുള്ള ഒരു ന്യൂനതയായിട്ട് കാണുന്നത് ഈ ഒരു കൺസെപ്റ്റ് അത്ര കറക്റ്റ് അല്ല. ഈ പറയുന്ന സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ സ്റ്റാഫിന്റെയോ വർക്ക് കുറയും എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം കൊണ്ട് കുറയുന്നില്ല. ബിക്കംസ് മോർ ഇൻവോൾവ് ആൻഡ് വി നീഡ് ടു പുട്ട് മോർ ഇൻപുട്ട് ഇൻ ഇറ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ്. സോ അത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ അടുത്തായിട്ട് ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ്. ഇവിടെ UK ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ രീതി എന്ന് പറഞ്ഞാൽ we got a big platform. It's like a Blackboard platform. We have ഇവിടെ എന്താണ് പറയുന്നത് മിനർവ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മിനർവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ റെക്കോർഡിംഗ് ലെക്ചേഴ്സ്, അപ്ലോഡിംഗ് ലെക്ചേഴ്സ്, അപ്ലോഡിംഗ് ഓൾ ദ അസസ്മെന്റ്, സ്റ്റുഡൻറ് ചെയ്യുന്ന അസസ്മെന്റ് അത് അപ്ലോഡ് ചെയ്യുന്നത്, എൻ്റെ മാർക്ക് അതിന് വെച്ച് ഫൈനൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രേഡ് സെന്റർ എന്ന് പറയുന്നത് അതിനകത്ത് ഗ്രേഡ് സെന്റർ. സോ ഇങ്ങനെ നമ്മളൊരു ഒരു പ്ലാറ്റ്ഫോം, ബ്ലെൻഡഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ നാട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തൊരവസ്ഥയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഷുഡ് പുട്ട് വിത്ത് മോർ തോട്ട് ഇൻ ടു വിച്ച് പ്ലാറ്റ്ഫോം യു ഗോയിങ് ടു ചൂസ്. ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ. അത് ഈ മിനർവയുടെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കണ്ട ഇത് ലൈക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓർ ഓഫീസ് ഫോർ ടു മെനി തിങ്സ് ഹിയർ ആൻഡ് ദെയർ which is not very coherent. So അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് which is something to be supported, which have got control and we can improve it over time. അങ്ങനെയുള്ളൊരു നല്ല പ്ലാറ്റ്ഫോം ICT പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിന് പറ്റുന്ന പറഞ്ഞ ബാക്കി മുമ്പ് സൂചിപ്പിച്ച പോലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ബാക്കി എല്ലാ സ്റ്റുഡൻസിനും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ എനിക്കുണ്ട്. ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, ഇപ്പൊ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ, ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയും, അത് എല്ലാ ലേണിംഗ് എബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിന് ആക്സസിബിൾ ആയിരിക്കും. പിന്നെ അവർക്ക് വായിക്കുകയും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഈവൻ the way we present a figure, the way we write our language, the clarity of the sentences, everything is important. So accessibility is another criteria. So ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റും what they do internally is they do an accessibility check to make sure that it is suitable for the student to follow. So student centric എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന student has got freedom എന്നുള്ള ഒരു ലെവലിൽ പറയുമെങ്കിലും it's not that free. They will be always busy because they have to deal with these platforms as well to get the content, to follow it and to produce their to learn and interact. പിന്നെ അടുത്ത ഈ ബ്ലെൻഡഡ് ലേണിംഗ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, എനിക്ക് മനസ്സിലായപ്പോൾ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു പഠിച്ചിരുന്ന രീതിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പുതിയ ടൂൾസ് കിട്ടി. നമുക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള കുറച്ചുകൂടി ICT ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് കിട്ടി. അപ്പോൾ അതിനെ കൂടി ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴും കുറെ കുട്ടികളുണ്ടാവും അവർക്ക് ബോർഡിൽ എഴുതി കാണുന്ന പഠിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും പഠിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടാവും, കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് എബിലിറ്റീസ്, സ്റ്റുഡൻസ് ഓഫ് ഡിഫറെന്റ് എബിലിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ ഡിഫറെന്റ് എബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിന് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നത്, കോഴ്സ് ഡെവലപ്പ്, മോഡ്യൂൾസിനെ റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. ഇന്നത്തെ മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മളൊരു വർഷാവസാന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന തരത്തിലുള്ള മോഡ്യൂൾസാണ്. അത്
പഠിപ്പിക്കുന്ന രീതിയും അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മോഡ്യൂൾസും റീസ്ട്രക്ചർ ചെയ്ത് മേക്ക് ഇറ്റ് സ്മോളർ ബണ്ടിൽ ആൻഡ് ഈ പറയുന്ന പോലെ ക്വിസോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അസസ്മെന്റ് നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഓവർ അസസ്മെന്റ് ആവരുത്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. പല കോഴ്സുകൾക്കും ചിലപ്പോൾ 6-8 അസസ്മെന്റ് ഒക്കെ വരും. സോ വി ഓൺലി ഹാവ് 13 വീക്സ് ഇൻ എ സെമസ്റ്റർ. അപ്പോൾ ഒരു മോഡ്യൂളിന് തന്നെ 4 അസസ്മെന്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഗോട്ട് 4 അസസ്മെന്റ് ഇൻ 4 വീക്സ്. അതുപോലെ തന്നെ വേറെ 4-5 മോഡ്യൂൾസ്. സോ ദേ ഓൾവേസ് ഹാവ് അസസ്മെന്റ് എവരി വീക്ക്. സോ സ്റ്റുഡൻസ് വിൽ ബി they have to be fully engaged. For this, when we say they are liberated, that means that they have to learn these things during the semester. 40 or 13 weeks not like a bombardier information teaching so they need to be prepared for that. അപ്പോൾ അത് വേറൊരു ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അണ്ടർഗ്രാജുവേറ്റ് ലെവലിലാണ്. Undergraduate level, I'm not in favor of having a complete online course. It's not right. I don't think it will benefit the student. From educational perspective, they want to learn the subject. Also, they learn a lot of other things from around their friends, peers, collaboration, all of that. A lot of things was in the face-to-face aspect as well. So, why did കോഴ്സ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണം, ഡെലിവറി ഡെവലപ്പ് ചെയ്യണം, അസസ്മെന്റ് ഡെവലപ്പ് ചെയ്യണം. എന്നാലാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ സ്റ്റുഡൻസിനെ ഫോളോ ചെയ്യാൻ ഇത് ചെയ്യുന്ന വേറൊരു കാര്യം ഇവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവറി സ്റ്റുഡൻറ് ഹാസ് ഗോട്ട് എ പേഴ്സണൽ ട്യൂട്ടർ. സോ it will be a group of say 5 students. They got a personal tutor. So whenever there is an issue, they always contact the personal tutor, so that they can always and so the personal tutor can contact whoever it is to sort their things out. So അതൊരു പിന്നെ അവരെ എപ്പോഴെങ്കിലും പിന്നോട്ട് പോയി ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരെയൊക്കെ ചെയ്യുമ്പോൾ സോ മിറ്റിഗേറ്റ് ദോസ് ഇഷ്യൂസ്. സോ നീഡ് ആ ഒരു സപ്പോർട്ടിങ് മെക്കാനിസം നമുക്ക് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഇത് ഇറ്റ്സ് ലൈക്ക് എ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ബ്ലെൻഡഡ് ലേണിംഗ്. അത് ദാറ്റ് ഇൻക്ലൂഡ് ടീച്ചേഴ്സ്, that include this ICT platform. അതുപോലെ തന്നെ ഈ ICT പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കോളേജിലോ who is managing this ICT. So we need a department or a group team for that to manage the ICT. ചിലപ്പോൾ സംഭവിക്കാതെ നമ്മൾ ഓൺലൈൻ എക്സാം ഒക്കെ സെറ്റപ്പ് ചെയ്യും. It's scheduled to start at 8 a.m. today morning. It may not start. Maybe some IT problems. Maybe some students it may start. So then it can get really chaos and students may get really so that there should be always available somebody to support and solve the issues in the ICT side of things. So we need to build this infrastructure, and these things cannot happen overnight, as we discussed before. നമുക്കൊരു എന്താ പറയുക അർദ്ധരാത്രിയിലുള്ള പ്രഖ്യാപനം കൊണ്ട് നടപ്പിലാക്കാവുന്ന ഒരു സംഭവമല്ല. It is evolving over years. So ഈ പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ മൈ ലെക്ചേഴ്സ് ഐ എം നോട്ട് കീപ്പിംഗ് ദ സെയിം എവറി ഇയർ. സോ യു ഹാവ് ടു ഇംപ്രൂവ്, യു ക്യാൻ ഗോ ഫോർവേഡ്. സോ മൂക്സിലുള്ള ലെക്ചേഴ്സിന്റെ ദാറ്റ്സ് എ ഡിഫറെന്റ് കാറ്റഗറി. ദാറ്റ്സ് ഫോർ എ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ് യു കണ്ടക്ട് എ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ആൻഡ് തിങ്സ് ലൈക്ക്. ഫോർ എ കോർ കോഴ്സ് യു നീഡ് ടു ഇറ്റ് ഈസ് ദ ടീച്ചേഴ്സ് ഹു റണ്ണിംഗ് ദ കോഴ്സ്, designing the module, changing the module every year. Minor changes, maybe changing the assessment, minor changes depending on student feedback and so on. So these things are like continuously evolving. So the process നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ you have to start from the very beginning, a small scale, do one course, one module, and then build the platform up and the teachers to be trained. So that's another thing I was thinking about. So like most of our lecturers in the colleges and universities, they haven't had any formal training on teaching before they start teaching. So it's the same thing. So നമ്മൾ വന്നിട്ട് ഒരു എന്താ പറയുക നമ്മുടെ രീതിയിൽ ഡെലിവറിങ് ലെക്ചേഴ്സ്. സോ അതിനകത്ത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ഈ ഒരു ലെവലിൽ കൊണ്ടുവരേണ്ടി വരും. ബ്ലെൻഡഡ് ലേണിംഗ് വരുന്ന സമയത്ത് ഈ കണ്ടന്റ് നമ്മൾ ഡെലിവറി ചെയ്തതായിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ എക്സാം നടത്തുന്നതിന് ഓരോ കാര്യങ്ങൾ ICT സംഭവങ്ങൾ പഠിക്കണം. So you should probably think about a certificate course in teaching for all PhDs who are planning to be lecturer or something like that.
so that they are all trained to do these things. അത് ഒരു ഫീഡ്ബാക്ക് മീൻസ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇതിന് നമ്മൾ മനസ്സിൽ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. സോ വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ തിങ്കിങ് ആൻഡ് ഇംപ്ലിമെന്റ് ഇറ്റ് ഇൻ സ്മോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോം ഡിസൈഡ് ചെയ്യണം. ബ്ലാക്ക് ബോർഡ് വേണോ, മിനർവ് വേണോ, സംതിങ് എൽസ് വേണോ. ഇത് പഠിക്കൽ തന്നെ സ്റ്റുഡൻസ് ടേക്ക് സം ടൈം ടു നാവിഗേറ്റ് ത്രൂ ദി സിസ്റ്റം ടു ഫൈൻഡ് തിങ്സ്. അധ്യാപകർക്ക് സെയിം വിഷയം ചെയ്യണം, നാവിഗേറ്റ് ത്രൂ ദാറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം. മോഡ്യൂൾസ് റിവൈസ് ചെയ്യണം. കോഴ്സസ് ഏതാക്കിയാണ് മീൻസ് റിവൈസ് ഇൻ ദ സെൻസ് ഹൗ യു ഡെലിവർ ഇറ്റ് എന്നുള്ള രീതി. കണ്ടന്റ് സിലബസ് മേ ബി ദർ മേ ഓൾമോസ്റ്റ് സെയിം. പിന്നെ ഈ ട്യൂട്ടോറിയൽ സെഷൻസ്, പ്രാക്ടിക്കൽസ് ഇവരായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. ഓരോ കോഴ്സിനും പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾക്കും ലെക്ചർ ഫോളോഡ് ബൈ ട്യൂട്ടോറിയൽ ഫോളോഡ് ബൈ പ്രാക്ടിക്കൽ. ആ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഐ മീൻ most of the colleagues follow here as well. Some of them conduct quizzes for every section they teach, and so by the end of the semester the exam is over. Yeah, final exam നടത്തിയ example പറഞ്ഞു കഴിഞ്ഞാൽ I have provided the recorded lecture. The exam final ആയതുകൊണ്ടുണ്ടായ കുഴപ്പമെന്ന് they are only looking at the recorded lecture the last week before the exam, and then all the questions come. So there are these risks. How we delivering and how we are assessing is important. സ്റ്റുഡൻസിന്റെ പിന്നെ വേറെ കുറച്ച് ഈ പറഞ്ഞത് essays, projects ഡിസൈൻ ചെയ്യണം. അതൊക്കെ ടീച്ചേഴ്സ് നല്ല പ്രൊജക്ട്സ് എടുത്താലാണ് സ്റ്റുഡൻസ് ആ രീതിയിൽ ചെയ്യും. പിന്നെ ഗ്രൂപ്പ് പ്രൊജക്ട്സ് ഇവിടെയുള്ള ഒരു പൊതുവായിട്ടുള്ള സംഭവമാണ്. എല്ലാ സബ്ജക്റ്റുകളിലും പിന്നെ ഗ്രൂപ്പ് പ്രൊജക്ട്സ് ഉണ്ട്. സ്റ്റുഡൻസ് തന്നെ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യേണ്ട പ്രൊജക്ട്സ് ആണ്. പക്ഷെ ആ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് teaching already created now, so they can design, for example, a plant, or they can design something in electrical engineering. Maybe they design a new robotic things or whatever. So that they work as a group, so they get this experience to do it. Though in industrial placement here, so you can have a year break and have an industrial placement and come back and finish the course. It's a 4-year or 5-year integrated course. So these are opportunities. So we need to have this flexibility to do these things within a university or within a college. So that's another thing I found in the document. So we cannot just prescribe the universities and colleges that you should be doing this for 60-40 or 70-30 or things like that. It should be given that flexibility to do it properly. But the universities should take it and colleges should take it positively. Otherwise, much സർവകലാശാലയിൽ നിന്നോ നമ്മൾ പുറകോട്ട് പോകും. ഈ കേരള ബ്രാഞ്ച് നമുക്ക് കീപ്പപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷനിലും കീപ്പപ്പ് ചെയ്യണമെങ്കിൽ, ഹയർ എഡ്യൂക്കേഷൻ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ഇംപ്ലിമെന്റ് ഇറ്റ് വെരി വെരി വെൽ. താങ്ക് യു. Thank you, Jin. That was a lot of details and വളരെ ശരിയായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, നമ്മൾ ഒരിക്കലും ചർച്ച അധികം ചെയ്യാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ലെക്ചറിങ് ആൻഡ് ട്യൂട്ടോറിയൽസ്. ഇപ്പൊ നമ്മുടെ കോളേജസിൽ എത്രമാത്രം ട്യൂട്ടോറിയൽസ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോർമലി ഒരു ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ആണ് കൂടുതൽ നടക്കുക. ഒരു ലെക്ചറർ വരുന്നു, ലെക്ചർ ചെയ്യുന്നു, കുട്ടികൾ ആ നോട്ട് എഴുതിയെടുക്കുന്നു, പോകുന്നു. ഈ ഒരു രീതിയിലാണ് ഒരു കൺവെൻഷണൽ ടീച്ചിങ് നടക്കുക. ബ്ലെൻഡഡ് ലേണിംഗ് കൂടുതൽ എക്സ്റ്റേണൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡഡ് ലേണിംഗ് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ആ ഒരു രീതിയിൽ ടീച്ചേഴ്സിന് മുന്നോട്ട് പോകാൻ തീർച്ചയായും കഴിയില്ല. ദേ ഹാവ് ടു ഓൾസോ അപ്ഡേറ്റ് ദംസെൽസ് ആൻഡ് ഓൾസോ they have to interact a lot more with the students. ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, ഇന്ററാക്റ്റീവ് ലേണിംഗ് കൂടുതൽ നടപ്പിലാക്കേണ്ടി വരും. ടീച്ചേഴ്സിന്റെ റോള് കുറഞ്ഞു പോകുമോ എന്നൊരു ആശങ്ക പലർക്കും ഉള്ളതായി നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിൽ നിന്ന് കണ്ടിരുന്നു. പക്ഷേ അത് കുറയുകയല്ല, അത് കൂടുകയാണ് ചെയ്യുന്നതെന്ന്. എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ it's not just showing some online resources and asking the students to listen and learn. It's not like that. Blended learning എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഇപ്പൊ ജിൻ പറഞ്ഞതുപോലെ ICT ടെക്നോളജി ചിലപ്പോൾ ടീച്ചേഴ്സ് പുതുതായി പഠിക്കേണ്ടി വരും. അറിയാത്തവർക്ക്
പിന്നെ അതിനേക്കാളും വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ഒരു പെഡഗോഗി കോഴ്സിന്റെ ഒരു അഭാവം. നമ്മുടെ ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ടീച്ചിങ്ങിൽ ഒരു കോഴ്സ് അവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യം പോലും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഒരു കോളേജ് ലെക്ചർ ആവാൻ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷന്റെ ആവശ്യം തന്നെ ഇല്ല ഒരു പെഡഗോഗി കോഴ്സിന്റെ. അപ്പോൾ അത് ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന രീതിയിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു രീതി ചിലപ്പം അപ്രസക്തമാവും ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പോൾ. എവരിബഡി ഹാസ് ടു ടേക്ക് ആക്റ്റീവ് പാർട്ട് ആൻഡ് it also emphasizes the necessity for training, more rigorous training for teachers to come up from the level where they are standing now. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. Now it's the question answer sessions. We will move on to Shruti. And നമുക്ക് അയച്ചു കിട്ടിയ ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത ചില ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഹൗ എഫക്റ്റീവ് വിൽ ബി വിർച്വൽ ലാബ്സ് ബി. അപ്പോൾ ഇങ്ങനെ ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പോൾ വിർച്വൽ ആയിട്ടുള്ള ലാബ്സ് യൂസ് ചെയ്യേണ്ടി വരും, സിമുലേറ്റഡ് എക്സ്പെരിമെന്റ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ എഞ്ചിനീയറിംഗ് ഓർ മെഡിക്കൽ ഫീൽഡ്സ് അത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അത് എത്ര എഫക്റ്റീവ് ആയിരിക്കാം. How does blended learning handle the loss of human cues that are available in one-to-one learning? അതായത് one-to-one ലേണിംഗിൽ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ടീച്ചർ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതി എങ്ങനെ ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പോൾ പ്രാവർത്തികമാകും, അതാണ് ഒരു മെയിൻ കൺസേൺ. അപ്പൊ ശ്രുതിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും, ബിക്കോസ് ശ്രുതി ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയാണ്. സോ ഹൗ ദേ ആർ ഹാൻഡ്ലിംഗ് ദിസ്, അതൊരു സക്സസ്ഫുൾ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ഇഗ്നോ. ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇഗ്നോയാണ്. സോ ശ്രുതി ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ വെരി വെൽ, ഐ തിങ്ക്. ശ്രുതി പ്ലീസ്. സോ ആദ്യത്തെ ചോദ്യം വെർച്വൽ ലാബ്സിനെ കുറിച്ചാണ്. കൂടുതലും സിമുലേഷൻ മോഡൽസിലൂടെയാണ് വെർച്വൽ ലാബ്സ് പ്രവർത്തിക്കുന്നത്. അതിൽ ഒന്നെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസിലൂടെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ദാറ്റ്സ് വൺ ഓപ്ഷൻ. അല്ലെങ്കിൽ റിമോട്ട്ലി ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ആ പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ആക്ച്വൽ ആയിട്ട് റിയൽ ടൈമോ, ഐ മീൻ ഐ എം നോട്ട് ഷുവർ ഓഫ് ദിസ്, പക്ഷെ ആ റിമോട്ട് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ പാരാമീറ്റർ സെറ്റ് ചെയ്യും, ഒരാൾ ശരിക്കും അത് ചെയ്യുകയും അതിന്റെ റിസൾട്ട്സ് നമ്മൾക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് ലാബ്സിലൊക്കെ ഉള്ള എല്ലാ എക്സ്പെരിമെന്റ്സിനും ഒരു ഡിജിറ്റൽ ആയിട്ട് അതിന്റെ ഇൻഫർമേഷൻ സേവ് ചെയ്യേണ്ട ഒരു കമ്പണന്റ് ഉള്ളത് കൊണ്ട് വെർച്വൽ ലാബ്സ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കൺസെപ്റ്റ്. എന്റെ ഓർഗനൈസേഷനിൽ നമ്മൾ അങ്ങനത്തെ വെർച്വൽ ലാബ്സ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഓൺലൈൻ കോഴ്സുകളിൽ. പക്ഷെ ഞാൻ കുറെ റിസർച്ച് പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട്, ഈവൻ സയൻസിലും മൈക്രോബയോളജിയിലും ഒക്കെ, ഈവൻ മെഡിക്കൽ ഫീൽഡിൽ പോലും വെർച്വൽ പേഷ്യൻസ് എന്നുള്ള കൺസെപ്റ്റിലൂടെ ഒരു വെർച്വൽ ആയിട്ട് ലാബ്സ് നടത്താനുള്ള സാധ്യതകളെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ടീച്ചർ എങ്ങനെയാണ് മറ്റേ റിയൽ ലൈഫ് ക്യൂസ്, ഒരു ടീച്ചർ കൊടുക്കുന്ന ക്യൂസ് എങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അഗൈൻ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഈ ബ്ലെൻഡഡ് ലേണിംഗിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് പോകുന്നില്ല. നമ്മൾക്ക് അപ്പോഴും ഒരു ഫേസ് ടു ഫേസ് കമ്പണന്റ് ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. ഈ കംപ്ലീറ്റ്ലി ഓൺലൈൻ എഡ്യൂക്കേഷനിലാണ് ഒരു പക്ഷേ ഒരു ടീച്ചറിന്റെ ക്യൂസ് നഷ്ടപ്പെടുന്നത്. അല്ല, ഐ മീൻ ഈവൻ ഓൺലൈൻ എഡ്യൂക്കേഷനിലാണെങ്കിലും വെബിനാറിലൂടെയും റിയൽ ടൈം ലെക്ചേഴ്സിലൂടെയും നമുക്കൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് റൂം ടീച്ചിങ് മാറുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ആ ക്യൂസ് അങ്ങനെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അഗൈൻ നമ്മൾ ഒത്തിരി വളരെയധികം ഒരു നെയ്സൺ സ്റ്റേജിലാണ് ബ്ലെൻഡഡ് ലേണിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾക്ക് അങ്ങനത്തെ ഇപ്പോഴും നമ്മുടെ ലാർജ്ലി ഫേസ് ടു ഫേസ് മോഡലിലാണ് നമ്മളുടെ പഠന രീതി. അപ്പൊ ഇപ്പോഴും ആ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. താങ്ക് യു ശ്രുതി. അടുത്ത പ്രൊഫസർ, താങ്ക് യു ശ്രുതി, ദാറ്റ് വാസ് വെരി ഗുഡ് ആൻസർ. ആൻഡ് അതെ, ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഓൺലൈൻ അല്ല, അതിൽ ടീച്ചേഴ്സിന്റെ റോൾ സ്റ്റിൽ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് ഇത്രയും 4 സ്പീക്കേഴ്സിനെയും ഒന്ന് ലിസൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചേഴ്സ് ആർ സ്റ്റിൽ ആൻ എക്സിസ്റ്റിംഗ് എൻറ്റിറ്റി ദർ, ദേ ആർ നോട്ട് ഗോയിങ് ടു ഡിസപ്പിയർ അറ്റ് ഓൾ. Now, next question, Professor J. Kiranodana. How to manage the concerns of teachers, fear of job loss and inferior feelings? How can we rehabilitate
the institute management and the daily wage workers after this blended learning implementation. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ എക്സിസ്റ്റിംഗ് പ്രൊഫസറാണ് താങ്കൾ. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു ഇൻഫീരിയർ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടോ, എന്റെ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി, കൺവെൻഷണൽ ടീച്ചിങ്ങിന് ഇനി ഒരു സാധ്യതയുമില്ല എന്നൊരു ഫിയർ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫിയർ ഉള്ള ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിയെ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. എനിക്ക് ആദ്യമായിട്ട് അവസാനം ചോദിച്ച കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് അങ്ങനെ ഒരു ഭയം ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ബ്ലെൻഡഡ് ലേണിങ്ങിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഈ ബ്ലെൻഡഡ് ലേണിംഗ് നടക്കുന്ന സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയത്തിനേക്കാളും കൂടുതൽ ഒരു ആശങ്കയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വളരെ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ കുറേ നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ബർഡൻ എന്ന് ഞാൻ പറയില്ല, നമ്മൾ കൂടുതൽ ഒരു ആക്റ്റീവ് റോൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ആശങ്ക വരുന്നത് എനിക്ക് തോന്നുന്നത് ഇത് എന്താണെന്ന് ശരിക്കും അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംശയങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ആശങ്കകൾ വരുന്നത്. ഇപ്പൊ നേരത്തെ സംസാരിച്ച 1-2 പാനലിസ്റ്റ് പറയുകയുണ്ടായി, ഇത് നടക്കുമ്പോൾ വിദ്യാർത്ഥി ഒരു സാധാരണ പാസീവ് ലേണറിൽ നിന്ന് ആക്റ്റീവ് ലേണർ ആവുകയും അധ്യാപകൻ ഒരു ടീച്ചർ എന്നുള്ള റോളിൽ നിന്ന് ഒരു കോച്ചായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ആ കോച്ച് പരിശീലിപ്പിക്കുന്ന ആളുടെ എല്ലാവിധ ചലനങ്ങളും രീതികളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ മെന്റർ ചെയ്യുന്ന ഒരു റെസ്പോൺസ്. അപ്പോൾ ഒരു മെന്ററിങ്ങിന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ അത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ കൂടി വരും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ജോബ് ലോസോ അങ്ങനെയൊന്നും വരത്തില്ല. നേരെ മറിച്ച് UGC എന്താണോ പറയുന്നത്, ഒരു 40 മണിക്കൂർ ഒരു ആഴ്ച എന്നൊക്കെ പറയുന്നത്, അത് 40 മണിക്കൂറും കൃത്യമായിട്ട് ചെയ്തിട്ടും തികയാത്തൊരവസ്ഥയാണ് വരുന്നത്. അതുപോലെ മറ്റ് സ്റ്റാഫിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കോളേജുകളിലായാലും സർവകലാശാലകളിലും ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ സപ്പോർട്ട് സിസ്റ്റംസ് അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ റീട്രെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിലൊരു വാസ്തവം. നിലവിൽ അവർ ചെയ്യുന്ന അവരുടെ ജോബ് റോൾ മാറിക്കൊണ്ട് പുതിയ ജോബ് റോൾസിലേക്ക് അവർ മാറേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിൽ ജോലി അധികം നഷ്ടമാവുന്ന ഒരു സാഹചര്യം വരും എന്ന്. കാരണം നമ്മൾ ബ്ലെൻഡഡ് ലേണിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഓൺലൈൻ ലേണിംഗ് അല്ല. മാത്രമല്ല ബ്ലെൻഡഡ് ലേണിംഗ് 1% മാത്രമേ ഇതിലേക്ക് നമ്മൾ പോകുന്നു. താങ്ക് യു. താങ്ക് യു പ്രൊഫസർ ജയകിരൺ. അത് വളരെ വാലിഡ് ആയ ഒരു പോയിന്റ് ആണ്. കാരണം ടീച്ചേഴ്സിന് ഇപ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ദേ ക്യാൻ ബി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ അവർക്ക് സ്വയം ട്രെയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ടോ? അതിനുള്ള അത്രയും റിഫ്രഷർ കോഴ്സുകളും അതിനുള്ള അവസരങ്ങളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, UGC whoever it is, the authority പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊരു വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അത് വളരെ വാലിഡ് ആയ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. താങ്ക് യു ഫോർ ദാറ്റ്. Now next question is on to Professor Liji Philip, and actually 2 questions. First question എന്ന് വെച്ചാൽ, it will be a great opportunity for the universalization of higher education. അതായത് ഇങ്ങനെയുള്ള ബ്ലെൻഡഡ് ലേണിംഗ് അല്ലെങ്കിൽ ഇത് ശരിക്കും ഓൺലൈൻ ലേണിങ്ങിനെ ഫോക്കസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു IIT സെനാരിയോയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇനി ഒരു ഹയർ എഡ്യൂക്കേഷന് പുറത്തോട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗിലുള്ള അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് അത് എത്ര ഗുണകരമാവും, അല്ലെങ്കിൽ അവർക്കൊരു they will get an upstart over it. ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എങ്ങനെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ആ ഒരു പ്രോഗ്രസ്സിൽ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിന്റെ കണ്ടെക്സ്റ്റില് ഡു യു തിങ്ക് ദാറ്റ് ബ്ലെൻഡഡ് ലേണിംഗ് വിൽ മേക്ക് എനി ഇമ്പാക്ട് ഓൺ അക്കാഡമിക് റിസർച്ച്? കാരണം കേരള ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഇംപ്ലിമെന്റിംഗ് കരിക്കുലം ഓട്ടോണമി എക്സെട്ര കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അത് വളരെ ശരിയായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കേരളത്തിൽ നമുക്ക് അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ മാഡം നേരത്തെ പറഞ്ഞപ്പോൾ പരാമർശിച്ചു ഇന്ത്യയിൽ ഇപ്പോൾ IITs മാത്രമല്ല. You are muted. Oh, sorry. So next, so എപ്പോഴായിരുന്നു ഞാൻ മ്യൂട്ട് ആയത്? Is it now? Okay. So കേരളത്തിൽ അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ
ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗ് പോലെയുള്ള ഈ ഒരു ഇങ്ങനെയുള്ള കോഴ്സസ് ഒക്കെ വരുമ്പോൾ കേരളത്തിൽ അത് എത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതെങ്ങനെയാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ബ്ലെൻഡഡ് ലേണിംഗ് തീർച്ചയായിട്ടും ഒക്കെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒക്കെ നമുക്ക് കണ്ടന്റ് ഈസ് എല്ലാ തരത്തിലുള്ള കണ്ടന്റ്സും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ടീച്ചേഴ്സിന് ഒക്കെ ചില സ്പെഷ്യലൈസേഷനിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കും, ചില സ്പെഷ്യലൈസേഷനിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കൂടുതൽ നോളജ് വേണമെങ്കിൽ ഒക്കെ അവിടെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആയിരിക്കും. സോ വി ക്യാൻ ലേൺ ദാറ്റ് വൺ ആൻഡ് ഇംപ്രൂവ് അവർ നോളജ്. ഓക്കെ, ആ വിധത്തില് ഇത് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. കൂടാതെ നമുക്ക് ഒരു കോഴ്സിലെ ബേസിക് നോളജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നോളജ് വെച്ചിട്ട് അതിലും കൂടിയ ലെവലിലുള്ള മറ്റു കോഴ്സസ്, ഓൺലൈനിലുള്ള കോഴ്സസോ മെറ്റീരിയൽസോ പോയി തനിയെ പഠിച്ച് ഒക്കെ അതിലുള്ള പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് യുവർ കോൺഫിഡൻസ് ലെവൽ. അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനും ഒക്കെ റിസർച്ച് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുന്നതിനെല്ലാം ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞങ്ങളുടെ പല സ്റ്റുഡൻസും ഒക്കെ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, NPTEL കോഴ്സസ് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അവരുടെ മാസ്റ്റേഴ്സിനും PhDക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി. കാരണം കോളേജ് ലെവലില് ഒരു ലെവലിൽ പഠിപ്പിക്കും. കാരണം പല ഈ ഓപ്പൺ കോഴ്സസും കുറച്ചുകൂടെ കൂടിയ ലെവലിലുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ നോളജ് കിട്ടി അത് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നാച്ചുറലി ദേ വിൽ ബി ഗെറ്റിംഗ് മച്ച് ബെറ്റർ നോളജ്. കാരണം you know that MIT and all have this type of courses. So if they take those courses, okay, they are in par with any other student anywhere in the world. So naturally it will be improving the internationalization. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോറി ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിലേക്ക് പോയി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതെങ്ങനെയാണ് കേരളത്തിലെ റിസർച്ചിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും ഒക്കെ ഈ ബ്ലെൻഡഡ് ലേണിംഗ് വരുമ്പോഴത്തേക്കും എന്റെ അഭിപ്രായത്തില് റിസർച്ച് വിൽ ബി ഇംപ്രൂവിങ് സിഗ്നിഫിക്കന്റ്ലി. കാരണം പല കോഴ്സുകളുണ്ട്, ഓൺലൈൻ മെറ്റീരിയൽസ് ഉണ്ട്, ഇവിടുത്തെ റിസർച്ച് മെത്തഡോളജിനെ പറ്റിയും എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയും എങ്ങനെയാണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പലപ്പോഴും നമ്മളുടെ ടീച്ചേഴ്സ് ഒക്കെ അവർ പുറത്തേക്ക് പോവാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തില് ഡിഗ്രി കിട്ടിയവരായിരിക്കും. അപ്പോൾ എന്താണ് പുറത്ത് നടക്കുന്നതിനെ പറ്റി ഞാൻ അവരെ താഴ്ത്തി കാണിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എക്സ്പോഷർ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉള്ളപ്പോൾ സ്റ്റുഡൻസിന് ഒത്തിരി അറിവുകൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകും എന്താണ് റിസർച്ച്, എങ്ങനെയാണ് റിസർച്ചിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നെല്ലാം. അതുകൂടാതെ ഓരോ റിസർച്ച് ഏരിയാസിനെ പറ്റിയും പല വെബിനാറുകളും ഒക്കെ ഓൺലൈൻ ലെക്ചേഴ്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന് ആ ഫീൽഡിലുള്ള കോഴ്സ് മെറ്റീരിയൽ ഓർ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ കൂടുതൽ പ്രാവീണ്യം നേടി അതിലേക്ക് റിസർച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ റിസർച്ചിന്റെ ലെവല് 2 പടി 3 പടി കൂട്ടാൻ പറ്റും. സോ നാച്ചുറലി ദിസ് ടൈപ്പ് ഓഫ് എ സിസ്റ്റം വിൽ ഇംപ്രൂവ് ദ റിസർച്ച് അറ്റ്മോസ്ഫിയർ ഇൻ കേരള. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നേഷൻ സ്റ്റിൽ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ നമുക്ക് പറ്റുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ച് അതിലോട്ട് എടുത്ത് ചാടി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഈവൻ ദോ വി അക്നോളജ് ദാറ്റ് ഡിജിറ്റൽ ഡിവൈഡും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് അറ്റ് സം പോയിന്റ്. ഇനി എന്റെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയാം ഇതിനോട് ചേർത്ത് വെക്കാൻ. കാരണം ഞാൻ ഇവിടെ ഫിൻലാൻഡിൽ ഒരു റിസർച്ചറാണ് കം ടീച്ചറുമാണ്. എന്റെ ഡ്യൂട്ടീസിൽ ടീച്ചിങ്ങും ഉണ്ട്, റിസർച്ചും ഉണ്ട്. സോ ഞങ്ങള് സ്റ്റുഡൻസിന് ഇപ്പൊ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മെയിൻലി ഇപ്പൊ ഓൺലൈൻ മോഡ് നമുക്ക് കോവിഡ് കൊണ്ടുവന്ന ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗ്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിൽ അങ്ങനെയല്ല. മുമ്പ് മുതലേ തന്നെ ഈ ടീച്ചിങ് എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചിങ് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കോവിഡിന് മുമ്പും. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബ്ലെൻഡഡ് ലേണിംഗ്. കാരണം കുട്ടികൾക്ക് അസസ്മെന്റ്, അവരുടെ അപ്ഡേഷൻ ഓഫ് റിസൾട്ട്സ് ഇതെല്ലാം നടക്കുന്നത് ഓൺലൈൻ വഴി തന്നെയാണ്. ക്ലാസ് റൂം ലെക്ചേഴ്സ് ഉണ്ട്, പക്ഷെ അതോടൊപ്പം ട്യൂട്ടോറിയൽസ് ഉണ്ട്, ക്യൂസസ് ഉണ്ട്, എത്രമാത്രം മനസ്സിലാക്കിയെന്ന് അവരെ അസസ് ചെയ്യാനുള്ള രീതി. അപ്പോൾ ഈ ഒരു
ഒരു കൺവെൻഷണൽ ലെക്ചറിങ് രീതിയേ അല്ല. പല രാജ്യങ്ങളും ആ ഒരു ടീച്ചർ സെൻട്രിക് രീതി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് കാലങ്ങളായി. അപ്പൊ അത് മനസ്സിലാക്കി ഇന്ത്യയിലും അത് മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതിന്റെ പോസിറ്റീവ് സൂചനകളാണ് ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്സും എന്ന് നമുക്ക് ആശിക്കാം. ഈവൻ ദോ അത് ഇംപ്ലിമെന്റേഷൻ വരുത്താനുള്ള ചലഞ്ചസ് അവിടെ തന്നെ നിലനിൽക്കുന്നുവെങ്കിലും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പ്രൊഫസർ ജിന്നിനോടാണ്. This is very valid question. In changing times, in modern times, will age and qualification be a barrier to learning in international universities online? അതായത് ഏജും ക്വാളിഫിക്കേഷനും പുതിയ പുതിയ ഡിഗ്രികൾ എടുക്കുന്നതിനും പഠിക്കുന്നതിനും ഇന്റർനാഷണലി ഒരു ബാരിയർ ആണോ? അപ്പൊ എന്താണ്, അറ്റ്ലീസ്റ്റ് യു കെയിലെ സിസ്റ്റം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഉപകാരമായിരിക്കും. യു കെയില് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ബാരിയർ അല്ല. ഏജ് നമ്മളൊരു യു കെയില് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് നമ്മൾ പറയുക കൂടി പാടില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഡിസ്ക്രിമിനേറ്ററി തിങ് ടു സേ യുവർ ഏജ്. സോ ഇനി യുവർ സി വിയിൽ ഒരിക്കലും ഏജും ഡേറ്റ് ഓഫ് ബർത്തും സെക്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. പ്രത്യേകിച്ച് യു കെയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയാണെങ്കിലും. അത് ഒന്ന്, ഏജ് ഈസ് നോട്ട് എ ബാരിയർ. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓരോ കോഴ്സിനനുസരിച്ച് ഓരോ കോഴ്സിനും ഒരു ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ടാവും. സോ വാട്ട് ഈസ് ദ റിക്വയർമെന്റ്സ് ഫോർ ദാറ്റ് കോഴ്സ്? ആ കോഴ്സിനുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ദാറ്റ്സ് ഇനഫ്. സോ അത് ഒരു പക്ഷേ ഇപ്പോൾ ഒരു MSc കോഴ്സ് ആണെങ്കിൽ MSc കോഴ്സിന് ബാച്ചിലേഴ്സ് ചെയ്ത കോഴ്സിന്റെ ഇന്ന സബ്ജക്റ്റിലുള്ള ഇത്ര ഡിഗ്രി വാട്ട് എവർ ഗ്രേഡ്സ്, ദാറ്റ്സ് വാട്ട് ദേ വിൽ ലുക്ക് അറ്റ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണ്. പ്രധാനമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. പിന്നെ ഫീസ് കൊടുക്കാൻ പറ്റിയാൽ യു ക്യാൻ ഡു ഇറ്റ്. ബേസിക്കലി ദാറ്റ്സ് വൺ തിങ് അബൌട്ട് ഹിയർ. താങ്ക് യു. അപ്പൊ ഏജ് ഒന്നും ഓൺലൈൻ ലേണിംഗിൽ അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗിലെ ഏജ് ഒന്നും ഒരു ബാരിയർ അല്ല എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് വന്ന് PhD ചെയ്ത് പോയ ആളുകളൊക്കെ ഉണ്ട്. PhD for their interest in doing research. So that's not an issue. Age is not a barrier. ഏജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ് ആണ് ചിന്തിക്കുന്നത്. നമുക്ക് എന്താണ് ആ പ്രായത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രായത്തിൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ്, ദാറ്റ്സ് അത് നോക്കിയാണ് ചെയ്യേണ്ടത്. ഓരോന്ന് ഇപ്പോൾ പലരും ജോലിയെല്ലാം കഴിഞ്ഞ് പല സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്ന് പഠിക്കാൻ വരുന്നവരുണ്ട്. At that age, maybe they were busy with their family or something else. Maybe they had a kid, whatever. So baby or whatever. So then അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പഠിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഏജ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ. താങ്ക് യു. അതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫിൻലൻഡിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഏജ് ഒരു പ്രശ്നമേ അല്ല. ഫോർ എക്സാമ്പിൾ റീസെന്റ് ഒരു 50 ഇയർ ആയ ഒരു ലേഡി മെഡിസിൻ ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പോൾ ഒരു 45-ലായിരിക്കാം അവരത് എൻറോൾ ചെയ്തിട്ടുണ്ടാവുക. അതും ഇവിടെ മെഡിസിൻ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ മെരിറ്റോറിയസ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. എൻട്രൻസ് എഴുതി വേണം അതിൽ കയറാൻ. മറ്റ് യാതൊരു മാനദണ്ഡങ്ങളുമില്ല, മെരിറ്റ് മാത്രം. 45 ഇയറിൽ അത് ചെയ്യാൻ അവർക്ക് പറ്റി എന്നുള്ളത് വളരെ എനിക്കും വളരെ എന്താ പറയാ അതിശയമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ചോദിച്ച ആളിന് ആൻസർ കിട്ടിക്കാണോന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ശ്രുതി. ശ്രുതി, the question for you is how can we assure continuous evaluation of the students in these kind of online assessments, online teaching modes? Okay, specifically online teaching mode? അതെ, ഓൺലൈൻ കോഴ്സസിൽ എങ്ങനെയാണ് കണ്ടിന്യൂ? Okay, your voice is breaking. Continuous assessment എങ്ങനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ളത് എന്നുള്ളത്. ക്വിസസ് ഉണ്ട് ഓൺലൈൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ചാപ്റ്ററിന് ശേഷം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ക്വിസസ് ഉണ്ടാകും. അതിൽ ഫീഡ്ബാക്കും കൊടുക്കും. ഒരു പക്ഷെ നമ്മൾ തെറ്റായ റെസ്പോൺസ് ആണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. അതൊരു ഓപ്ഷനാണ്. പിന്നെ അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ ചാപ്റ്ററിന് ശേഷമോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേക ഒരു ഭാഗത്തിന് ശേഷം അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടേം ആയിട്ട് എക്സാംസും ഉണ്ട്. ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ സ്വയമിലാണെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ട്.
നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ സ്റ്റുഡൻസ് അത് അറ്റംപ്റ്റ് ചെയ്യുകയും ഇവാലുവേഷൻ നടക്കുകയും പിന്നീട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റിംഗും ഉണ്ട്. അതായത് പ്രോക്ടേർഡ് എൻവയൺമെന്റിൽ ഇൻവിജിലേഷൻ ഒക്കെ വെച്ചിട്ടുള്ള പേപ്പർ ബേസ്ഡ് ടെസ്റ്റിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത് ഒരു പക്ഷേ നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു പക്ഷേ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോക്ടേർഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് നമ്മൾക്ക് ഒരു പക്ഷേ വർഷത്തിൽ 2 പ്രാവശ്യമോ അങ്ങനെ അല്ലാതെ ഓൺ ഡിമാൻഡ് എക്സാംസ് ഒരു പക്ഷേ പോസിബിൾ ആയിരിക്കില്ല ലിമിറ്റേഷൻസ് മൂലം. സോ ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോ ഇതാണ് ഇവാലുവേഷന്റെ ഒരു രീതി ഓൺലൈൻ കോഴ്സുകളിൽ. ഓക്കെ, താങ്ക് യു ശ്രുതി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചാറ്റിൽ കിട്ടിയതാണ്. അതായത് വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ LMS? ക്യാൻ യു സജസ്റ്റ് സംതിങ്? ഓക്കെ, ഐ കാൺ സജസ്റ്റ് ദാറ്റ്. കാരണം എനിക്ക് അറിയാവുന്ന ഓൺലൈൻ ഇന്ത്യയിലുള്ളത് സ്വയമാണ് ഓൺലൈൻ കോഴ്സിനുള്ള പ്ലാറ്റ്ഫോം. കോഴ്സിറ, എഡെക്സ് ഒക്കെ ഉണ്ട്. ബട്ട് I can only talk for സ്വയം because I've got experience അതിലുള്ളത് കൊണ്ട്. സ്വയം ഒരു 4 quadrant അപ്രോച്ച് ആണ്. അതിൽ അസൈൻമെന്റ്സിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടീച്ചേഴ്സിന് ഓപ്ഷൻ ഉണ്ട്. പിന്നെ 4ാമത് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. നമ്മൾക്ക് വായിക്കാനും അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല ഇത് ഞങ്ങളുടെ ഈ കോഴ്സുകളെല്ലാം വിദ്യാർത്ഥി വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയവും കൂടെ കരുതിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ വെറും ഒരു മണിക്കൂർ കോഴ്സ് വീഡിയോ ലെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വിദ്യാർത്ഥിക്ക് ശരിക്കും എത്രമാത്രം സമയം ചിലവഴിക്കേണ്ടി വരുന്നു ആ മെറ്റീരിയൽ വായിച്ച് പഠിക്കാനായിട്ട്, അതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ സ്വയം കോഴ്സുകളിലുള്ളത്. ബാക്കി ഏതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. Thank you. People have to experiment and find their own comfort zones. That's the conclusion maybe. And now moving on to J. Kiran sir. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ നമ്മളിവിടെ ബ്ലെൻഡഡ് ലേണിംഗിന്റെ പോസിറ്റീവ്സിനെ കുറിച്ചും അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ സക്സസ്ഫുൾ ആയ ചില ഈ അറ്റംപ്റ്റ്സ് ഈവൻ ബ്ലെൻഡഡ് ലേണിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ചില ഗവൺമെന്റ് കോളേജുകളിൽ വളരെ സക്സസ്ഫുൾ ആയി ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ബ്ലെൻഡഡ് ലേണിംഗ് നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സ്പെസിഫിക്കലി ഇലാബറേറ്റ് ചെയ്ത് പറയാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ പ്രൊഫസർ ജിൻ പറഞ്ഞതും ആശ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. എന്ന് വെച്ചാല് മറ്റു രാജ്യങ്ങളിലെല്ലാം ഈ ഒരു ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് വരുന്ന ഒരു ഓർഗാനിക് പ്രോസസ്സിലൂടെയാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മളിവിടെ നിൽക്കുന്ന പോയിന്റിൽ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് പ്രൊഫസർ ജിൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, കരിക്കുലം ലെവലിൽ നടക്കേണ്ട ചേഞ്ചസും ഈ പെഡഗോജി അല്ലെങ്കിൽ ആൻഡ്രഗോജി, അഡൽട്ട് ലേണിംഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്തരം മാർഗങ്ങളാണ് അധ്യാപകർ ഈ പറഞ്ഞ ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഇടങ്ങളിലും ചെയ്യേണ്ടത്, അത് ആ രീതിയിലുള്ള പരിശീലനം നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അസസ്മെന്റ്, ഏത് രീതിയിലുള്ള അസസ്മെന്റ് ആണ് നടക്കേണ്ടത്? UGC ഒരുപാട് പറയുന്നുണ്ട്, ഓപ്പൺ ബുക്ക്, അതൊക്കെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിപ്പം നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെഷർമെന്റ് ആണ്, അതായത് ഫീഡ്ബാക്കും ഇവാലുവേഷൻ. ബിക്കോസ് ഇത് നടപ്പിലാക്കുന്ന പല സ്ഥലങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് UK നാഷണൽ സ്റ്റുഡൻറ് സർവേ എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റുഡൻറ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ, ഞാൻ ഒരു പ്രാവശ്യം അവിടെ ഒരു സർവകലാശാലയിൽ പോയപ്പോൾ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞത്, സ്റ്റുഡൻസ് പറയുന്നത് ഞങ്ങൾക്ക് വി നീഡ് മോർ ഫേസ് ടു ഫേസ് സെഷൻ എന്ന് പറയുന്നു ഒരു കമന്റ്, ബിക്കോസ് ദേ ആർ പേയിങ് ത്രൂ ദെയർ നോസ് ഫോർ ദെയർ ലേണിംഗ്. അങ്ങനെ ഒരു എലമെന്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ 4 ഘടകങ്ങളിൽ ആയാൽ മാത്രമേ നമുക്കൊരു ബ്ലെൻഡഡ് ലേണിംഗിലേക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോകാൻ പറ്റൂ. ഇതിവിടെ നിന്നോട്ടെ. ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്രാക്ടീസസിനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ പല അധ്യാപകരുടെയും നേതൃത്വത്തിൽ പല മുന്നേറ്റങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു,
കേരള moocs.org എന്ന് പറയുന്നത് ഫ്ലെയർ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടി പരിശീലിപ്പിച്ച ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ് ഫ്ലെയർ. അപ്പോൾ അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പോയിട്ട് മൂഡിൽ ഉപയോഗിച്ചുകൊണ്ട് LMS ഒരു പ്ലാറ്റ്ഫോമായ മൂഡിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അധ്യാപകന് സ്വന്തമായി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് അത് ഒരു കോംപ്ലിമെന്ററി ആയിട്ട്, അത് ഇറ്റ്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ റെഗുലർ ടീച്ചിങ്, അതെങ്ങനെ കൊടുക്കാമെന്ന് വിക്ടോറിയ കോളേജ് പാലക്കാടിൽ ഇത് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. പട്ടാമ്പി കോളേജിൽ നടന്നതായിട്ട് എനിക്കറിയാം. അതുപോലെ വിമൻസ് കോളേജിൽ ഒരു പ്രത്യേകം ഒരു ലാബ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൂടുതൽ ഈ രീതിയിൽ പരിശീലിപ്പിക്കാൻ ഉള്ള ഒരു സ്ഥാപനമുള്ളതായിട്ട് അറിയാം. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അമൃത ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ AVU എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കുറച്ചു കാലത്തിന് മുമ്പ് അത് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ടെക്നോളജി എനേബിൾഡ് ലേണിംഗിനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലിപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഈ ഫ്ലെയർ പരിപാടിയിലൂടെ പരിശീലനം കിട്ടിയ 1-2 അധ്യാപകർ വളരെ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കൊടുത്ത ട്രെയിനിങ്ങിന് ശേഷവും ഫ്ലെയർ പോലത്തെ പരിപാടിക്ക് ശേഷവും സർവകലാശാലകളിൽ LMS വഴി ഇതുപോലെ ഭാഗികമായിട്ടെങ്കിലും ടീച്ചിങ് ലേണിംഗ് ചെയ്യുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ സ്കാറ്റേർഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ബട്ട് ദീസ് ഹാവ് ടു ബിക്കം യൂണിവേഴ്സൽ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് മാറേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് നമ്മൾ കണ്ടു ആനുവൽ സിസ്റ്റത്തിൽ നിന്ന് സെമസ്റ്ററിലോട്ട് പോയപ്പോഴും സെമസ്റ്ററിൽ നിന്നും ക്രെഡിറ്റ് ബേസിലേക്ക് പോയപ്പോഴും നമ്മുടെ സിസ്റ്റം തീർച്ചയായിട്ടും അതിലോട്ട് അഡാപ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ഏത് സാഹചര്യത്തിലോട്ടും നമുക്ക് മാറാൻ പറ്റുന്നുള്ളത്. അത് ഇവിടെയും ഒരു പോസിറ്റീവ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. കാരണം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അതായത് വിത്തിൻ ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വിത്തിൻ എ റിജിഡ് സിസ്റ്റം വളരെ സക്സസ്ഫുൾ ആയി നടത്തുന്ന ചില മോഡലുകളെ കുറിച്ചാണ് പ്രൊഫസർ ജെ കിരൺ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഇതുവരെ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താത്തവർക്ക് മാതൃകയാക്കാവുന്നതാണ്, എസ്പെഷ്യലി ഇൻ ദിസ് ന്യൂ scenario when UGC is coming with this new blended learning approach. Now moving on to Professor Liji, because നമുക്ക് സമയം തീരാറായി, ഒരു 5 മിനിറ്റ് ഒക്കെ കൂടെ ബാക്കിയുള്ളൂ. So I have 2 more questions, one to Professor Liji and Professor Jin. So to Professor Liji now. So blended learning അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ രീതിയിൽ IIT-കളിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ, അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്ന് ഫേസ് ചെയ്യുന്നതായി, അല്ലെങ്കിൽ ഓൺലൈൻ അത്ര എഫക്റ്റീവ് അല്ലാന്നോ, അല്ലെങ്കിൽ എങ്ങനെ അത് അവരുടെ അറ്റൻഷൻ സ്പാൻ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ട് ലെക്ചർ മാത്രമായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന് ഇൻവോൾവ്മെന്റ് ഒക്കെ ബോർഡം ഉണ്ടാകും നാച്ചുറലി. അപ്പം ക്ലാസ് ഏറ്റവും കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് നടത്താനായിട്ട് നോക്കണം. അങ്ങനെയാകുമ്പോൾ ഒക്കെ സ്റ്റുഡൻസിന് ബോറിംഗ് ഇല്ലായിരിക്കും. ഓക്കെ, അവരും അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തേത് സ്റ്റുഡൻസ് പറയുന്നത് ഓക്കെ അഗെയിൻ ദ ടെക്നോളജി പ്രോബ്ലം. കാരണം ചിലപ്പോൾ ഇന്റർനെറ്റ് പ്രോബ്ലം വരും, അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അത് അവരുടെ കോൺസെൻട്രേഷനെയും എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. ഒക്കെ അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ എപ്പോഴും റെക്കോർഡ് ചെയ്തിട്ട് അവർക്കൊരു ഡിപ്പോസിറ്ററി ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ എന്താ ഓൺലൈൻ ക്ലാസ്സിൽ അവർ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേതിൽ കൂടെ ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓൺലൈൻ കോഴ്സിൽ, കാരണം ഫ്രം ദ ടീച്ചർ ഒക്കെ വാട്ട് ആർ ദെയർ ലേണിംഗ് ഈസ് ലിമിറ്റഡ്. ഓക്കെ മജോറിറ്റി ഓഫ് ദ ലേണിംഗ് ഈസ് ഹാപ്പനിങ് ത്രൂ പിയേഴ്സ്. ഓക്കെ, അവരുടെ പിയറിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അപ്പം ഒള്ളി ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പിയർ ലേണിംഗ് ഈസ് നോട്ട് ഹാപ്പനിങ്. ഓക്കെ, കാരണം ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പലർക്കും മടിയായിരിക്കും ടീച്ചറിനോട് നേരെ ചോദിക്കാനായിട്ട്. കാരണം അവരെന്തെങ്കിലും ബ്ലണ്ടർ ആണോ ചോദിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ പല പേടികളുണ്ട്. അപ്പം പിയേഴ്സുമായിട്ട് ഉള്ള ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പേടികളൊക്കെ മാറി അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് ലെക്ചർ മാത്രമായിട്ട് കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലേണിംഗ് പറ്റില്ല. അപ്പം ഓൾവേസ് ഒക്കെ അവിടെ നമുക്ക് ഡിസ്കഷൻ വേണം, പിയർ ഇന്ററാക്ഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഞങ്ങളൊക്കെ ക്ലാസ് ചെയ്യുമ്പോൾ ഒക്കെ ഓൺലൈനിൽ ടീച്ച് ചെയ്യും, 1-2 അവേഴ്സ്
ഡിസ്കഷന് വേണ്ടി കൊടുക്കും. ആൻഡ് ഞങ്ങൾ കൂടാതെ ഞങ്ങളുടെ TSനെ സ്റ്റുഡൻസിനെ വെച്ച് മാത്രമുള്ള ഡിസ്കഷൻ നടത്തും. കാരണം പലർക്കും ഒക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് ഞങ്ങൾ TSുമായിട്ടുള്ള ഇന്ററാക്ഷൻ സെക്ഷൻസും വെക്കും. അപ്പം ഫൈനലി ഒരു ഓൺലൈൻ കോഴ്സ് നടത്തി കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒക്കെ 90-95% വരെ ഒക്കെ ഫേസ് ടു ഫേസ് കോഴ്സിന്റെ എഫക്റ്റീവ്നെസ് കിട്ടി. പല സമയത്ത് അവർ പറയുന്നുണ്ട് ഇതാണ് കൂടുതൽ മെച്ചം. കാരണം ഒക്കെ വി ആർ യൂസിങ് മെനി ആപ്ലിക്കേഷൻസ് ഒക്കെ. കാരണം പ്രൊജക്ട് ചെയ്യാനായിട്ടും എക്സ്പ്രസ് ചെയ്യാനായിട്ടും ബ്ലാക്ക് ബോർഡിനേക്കാളും കൂടുതലായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ലേണിംഗിൽ. സോ പലപ്പോഴും സ്റ്റുഡൻസ് പറയും ഇതാണ് മോർ എഫക്റ്റീവ്. കാരണം ഈ നമ്മളെ ഇന്ററാക്ഷൻസും ഒക്കെ ഡിസ്കഷനും പിയർ ഇന്ററാക്ഷൻ പിയർ പ്രോജക്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ okay, they are learning much more than the face-to-face teacher-oriented teaching. Okay, thank you. That's how we can tackle the students then. Thank you very much. അടുത്ത ക്വസ്റ്റ്യൻ പ്രൊഫസർ ജിന്നിനോടാണ്. താങ്കൾ മുൻപ് പറഞ്ഞപ്പോൾ മെയിൻലി എംഫസൈസ് ചെയ്ത ചില പോയിന്റ്സ് എന്താന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ഇത് ഈസി ഒരു തമാശക്കളിയല്ല, ടീച്ചേഴ്സിന് ലോഡ് കൂടുന്ന ഒരു കാര്യമാണ്, ടീച്ചേഴ്സിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയതാണ്. ബിഫോർ അപ്ലൈയിങ് ബ്ലെൻഡഡ് ലേണിംഗ് ഈസ് ഇറ്റ് ഗുഡ് ടു ടേക്ക് അവേ ദ stringent rules applied to faculty members instead of applying strict punching rules to them? Their quality should be assessed based on their performance. By applying blended learning, more versatility is introduced to students. But before that, whether this level of versatility should be implemented for the faculty members? അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാം? I totally agree with that. Punching alla namukku vendathu. I completely agree with that. It should not be punching. But you should അതിന് പകരമായിട്ട് നമുക്ക് സ്റ്റുഡന്റ് ഇവാലുവേഷൻ, സ്റ്റുഡന്റ് അസസ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എല്ലാ കോളേജുകളിലും സ്റ്റുഡന്റ് അസസ്മെന്റ് ഓഫ് ഈച്ച് മോഡ്യൂൾ. ടീച്ചറിനെ അല്ല അസസ് ചെയ്യുന്നത്, ദ മോഡ്യൂളിനെ അസസ് ചെയ്യുക. മോഡ്യൂളിന്റെ ഡെലിവറി, ഹൗ ദ മോഡ്യൂൾ വാസ് ഡെലിവേർഡ്, ഹൗ എഫക്റ്റീവ് ഇറ്റ് വാസ്, അതിന്റെ കമന്റ്സ് എല്ലാം വാങ്ങുക. സോ യു ക്യാൻ ദെൻ you can use that to improve the teacher. So teacher രാവിലെ ഓടി വൈകിട്ട് വരെ കോളേജിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ദേ ആർ ഡൂയിങ് ദ ജോബ് എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പല പ്രാവശ്യം നാട്ടില്, ഞാൻ IIT-ലായിരിക്കും 4-5 പ്രാവശ്യം ഞങ്ങൾ ചായ പിടിക്കും ഇൻ ബിറ്റ്വീൻ. സോ ദീസ് ഓൾ തിങ്സ് ഹാപ്പൻ. സോ അതുകൊണ്ട് we need to change that culture. What we want to deliver, the student is benefiting. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അത് എല്ലാ പഞ്ച് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിന്റെ കേസ് ഐ ടോട്ടലി അഗ്രി. ദർ ഇസ് നോ നീഡ് ഫോർ പഞ്ചിങ് ടീച്ചേഴ്സ്. പിന്നെ അത്രയ്ക്ക് അനുസരണയൊക്കെ ആയിട്ടുള്ള ടീച്ചറാണെങ്കിൽ that management should take, if the teacher is not delivering, then അവിടെ ഒരു മെട്രിക്സ് വേണം. വാട്ട് ദ ടീച്ചർ ഇസ് ഡെലിവറിംഗ് എന്നുള്ളതിന്റെ മെട്രിക്സ്. നമുക്കിപ്പോ ഒരു whether I am doing my assessment correctly on time when I am studying sometime, so I am doing my examinations on time, am I releasing my lectures on time and following up with the feedback, am I meeting my tutorial students, all these are all things to happen. If ഇതൊന്നും ബ്ലെൻഡഡ് ലേണിംഗിൽ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളുടെ സമയത്ത് നടന്നില്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെ they will inform whoever is the module manager or whoever is responsible for that course, and then they write to me. I am getting sometimes email, why don't you release that lecture for this week, it's been delayed by a day or an hour or things like that. So that they will take care of the teacher as well. So you don't need punching. Students will punch here. Yeah, that's very much important and lacking from our system. We are always there to evaluate the students, പക്ഷേ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. അത് വളരെ വളരെ ക്രൂഷ്യൽ ആയ ഒരു കാര്യം തന്നെയാണ്. സോ ദ ടീച്ചേഴ്സ് കറക്റ്റ്, നമ്മളവിടെ പേഴ്സണൽ അസസ്മെന്റ് അല്ല. സോ ഇറ്റ്സ് നോട്ട് അസസിംഗ് ദ ടീച്ചർ, ദാറ്റ് whatever the subject taught, assessment of that module. So that's a different. അവിടെയാണ് നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ടീച്ചറിനെയാണ് അസസ് ചെയ്യുന്നത്, വ്യക്തിപരമായിട്ട് എടുക്കുകയാണ്. ദാറ്റ്സ് നോട്ട് ദ തിങ്. ഈ അസസ്മെന്റ് the teacher, so that teacher knows how it works and then can improve the module and things. ആ രീതിയിലാണ് എടുക്കുന്നത്. പേഴ്സണൽ ആയിട്ട് നമ്മളവരെ നശിപ്പിച്ചു കളയാനുള്ള രീതിയിൽ അങ്ങനെ എടുക്കരുത്. That's another point of it. Yeah, that's what I was coming to, because it's an assessment of the system actually, how the student was able to understand that, and I mean what is their rating.
അവർക്കൊരു സേ ഇല്ല എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണത്. സോ താങ്ക്സ് ഫോർ ദ കമന്റ്സ് and thanks for the panelists for coming and sharing your wonderful experiences. And it's covering a lot of aspects from inside India, inside central and inside state, and also we covered online mode. And also thank you, Professor Jain, for giving the international experience. So with that, we are closing today's webinar, and hope we are very thankful for the registered participants. We hope that we could give you a glimpse of what is blended learning and how effectively it can be implemented, etc., etc. So thank you, everyone. And with this, we are going to finish this webinar. And I have just one announcement to make. Clubhouse ഇപ്പോൾ എല്ലാവരും ക്ലബ് ഹൗസിലാണല്ലോ. സോ അവിടെ ഞങ്ങൾ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ നടത്തുന്നുണ്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. സോ അവിടെ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക് യു. Thank you. Thank you, Asha. Thank you. Thank you, Asha. Bye. Thank you, everybody. Good. Thank you. Bye. Bye.